അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എൽദോ പോൾ ആണ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പട്ടണത്തിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസന്റെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം തന്നെ ഉപയോഗിക്കുന്ന വിധങ്ങളെക്കുറിച്ച്, ദൈവീയ ഇടപെടലുകളെക്കുറിച്ച് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഇതിന്റെ ഓരോ ഭാഗവും തീർച്ചയായിട്ടും ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം, അനുഗ്രഹം പ്രാപിക്കാം. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സ്ക്രീൻ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എൽദോ പോളിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ക്രിസ്തുയേശുവിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ആരംഭത്തിൽ അറിയിക്കുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ എൽദോ പോൾ. എനിക്ക് ഭാര്യ, 2 മക്കൾ. ഭാര്യയുടെ പേര് സൗമ്യ, മോൻ ക്രിസ്റ്റി, മോള് ക്രിസ്റ്റീന. മോൻ ഇപ്പോൾ നേഴ്സിങ്ങിന് ബാംഗ്ലൂർ പഠിക്കുന്നു, മോള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് പാലക്കാട് ജില്ലയിൽ വങ്കൾഡാം വില്ലേജില് പൈതൽ എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ്. എനിക്ക് മാതാപിതാക്കളും എൻ്റെ താഴെ 2 സഹോദരിമാരുണ്ട്. ഞാൻ വളർത്തപ്പെട്ട കൊച്ചുനാളത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. കൃഷിയും മറ്റ് പശ്ചാത്തലവുമാണ്. അല്പം തെങ്ങ്, അല്പം നെൽകൃഷി, അല്പം റബ്ബർ, അങ്ങനെയൊക്കെ ഉള്ള ഒരു കൊച്ചു കർഷക കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. യാക്കോബ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ പള്ളിയിലെ യാക്കോബ് പള്ളിയിലെ അച്ഛനാണ്. ഇപ്പോൾ അവർ ഓർത്തഡോക്സിലാണ്, സാഹചര്യങ്ങൾ കൊണ്ട്. ഇപ്പോൾ പിതാവിന്റെ ജ്യേഷ്ഠന്റെ മകന് ഓർത്തഡോക്സിലെ അച്ഛനാണ്. പെങ്ങളുടെ മോനും യാക്കോബ് ഓർത്തഡോക്സിലെ പള്ളിയിലെ അച്ഛനാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വരുമ്പം ഞങ്ങളുടെ ആ ഗ്രാമത്തിലുള്ളവരൊക്കെ യാക്കോബിറ്റ്സുകാരും കത്തോലിക്കരും ആയി കുടിയേറ്റക്കാർ, എറണാകുളം, കോട്ടയം കുടിയേറ്റ മേഖലയിലുള്ള ആ മേഖലയിൽ നിന്ന് കുടിയേറി വന്ന താമസിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അവിടെ ഞങ്ങൾ അങ്ങനെ യാക്കോബ് പശ്ചാത്തലത്തിൽ വളർന്നു പോകുന്ന പശ്ചാത്തലത്തിൽ എൻ്റെ വീടിനോട് ചേർന്ന്, എന്ന് വെച്ചാൽ വീടിനോട് ചേർന്ന് ഒരു 5 സെന്റ് ഒരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ സ്ഥലമാണ്. ആ സ്ഥലം ആ പാസ്റ്റർ IPCക്ക് ദാനം ചെയ്തു. അവിടെ എൻ്റെ വീടിന്റെ നേരെ തൊട്ട് മുമ്പിലുള്ള ആ സ്ഥലം ഒരു പാസ്റ്റർ വന്ന് ഷെഡ് കെട്ടി അവിടെ താമസവും പ്രാർത്ഥനയും തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൊച്ചുകാലം തൊട്ട് ഞാൻ വളർന്നു വന്ന യാക്കോബ പശ്ചാത്തലത്തിലാണെങ്കിൽ എൻ്റെ കുടുംബത്തില് ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു നല്ല കൊച്ച എന്ന് പറയാൻ മറ്റു ദുശീലങ്ങളൊന്നും എനിക്കില്ല. കള്ളു കുടിക്കത്തില്ല, വീടി വലിക്കത്തില്ല, ഒന്നുമില്ല. എന്നാൽ പക്ഷെ വഴക്കുണ്ടാക്കുന്ന കാര്യത്തിൽ, സ്കൂളിൽ പോയാലും വഴക്കുണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ മുമ്പിലായിരിക്കും. ഏത് കൂട്ടുകെട്ടിലാണെങ്കിലും അങ്ങനെ ഒരു പ്രത്യേക ചെറിയ പ്രാവശ്യത്തിൽ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു നിലയിലുള്ള ജീവിതശൈലിയിലാണ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. പക്ഷെ ഞാൻ ചെന്ന് പെട്ട് തിരിച്ചു വരുമ്പം ആ പ്രശ്നം എല്ലാം എൻ്റെ തലയിലിരിക്കും. അങ്ങനെ ജീവിതത്തിൽ ഇവിടെ ആ സമയത്താണ് ഈ പാസ്റ്റർ 10ാം ക്ലാസ് പഠനമൊക്കെ കഴിഞ്ഞ് വീട്ടിലെ കൃഷിയും കാര്യമൊക്കെ ആയിട്ട് പോയി അങ്ങനെ ജീവിക്കുന്ന സ്ഥലത്ത് തുടർന്ന് പഠിക്കാനുള്ള താല്പര്യമില്ലായ്മ ആ സമയത്ത് ഈ പാസ്റ്റർ വന്ന് എന്നോട് സുവിശേഷമൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ പശ്ചാത്തലം പൗരോഹിത്യ പശ്ചാത്തലം ആയതുകൊണ്ട് പള്ളിയും കാര്യവും ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു വരുന്ന കാര്യങ്ങളല്ലാതെ ഇതിനോടൊന്നും അത്ര താല്പര്യമില്ല. അപ്പോൾ തന്നെ എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ ആ കാലഘട്ടത്തിൽ ഒരു നവോത്ഥാന ലീഡറായിരുന്നു. എന്ന് വെച്ചാൽ പള്ളിയിലെ കാര്യം മാത്രമല്ല, വീട്ടിൽ കൂട്ടായ്മയും കാര്യമൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്ന, വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പുരോഹിതനായിരുന്നു എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ. അങ്ങനെ അവിടെ എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ തുടർ പഠനത്തിന് വേണ്ടി ആ വീട്ടില് കൊണ്ട് താമസിപ്പിച്ചു, വെല്ലിപ്പിച്ചൻ്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. പക്ഷെ എനിക്ക് അവിടെ തുടർമാനമായിട്ട് പഠനത്തോട് അധികം താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നും എന്തെങ്കിലുമൊക്കെ ആയി പ്രശ്നമായി ജീവിതത്തെ തുടർന്ന് പോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നു. അപ്പം CTB പാസ്റ്റർ, അദ്ദേഹമാണ് എൻ്റെ അയൽവാസിയായി താമസം ആരംഭിച്ച പാസ്റ്റർ. പാസ്റ്റർ എനിക്ക് വേണ്ടി നിരന്തരം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ചർച്ച എനിക്ക് വേണ്ടി കാരണം പലപ്പോഴും അവരുടെ ആരാധന ഞാൻ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ആളായതുകൊണ്ട് അവര് ആരാധനയും മറ്റ് പ്രാർത്ഥനയിലും ഒക്കെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്റ്റർബൻസ് ഒക്കെ അവരുടെ പ്രാർത്ഥനയുടെ ആക്കം കൂട്ടുന്നതിന് കാരണമായി. അങ്ങനെ ഈ CT ബാബു പാസ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യയും ആ സഭയും എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. ഫലമായിട്ട് നീ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല എന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ മറുവശത്ത് ഈ ചെറുപ്രായമായതുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. ഈ ജീവിക്കാനുള്ള ആഗ്രഹവും മരിക്കാനുള്ള സാഹചര്യത്തിന്റെ ഇടയിൽ ഞാൻ ഒരു തീരുമാനം എടുത്തു, എന്തായാലും കർത്താവിന് വേണ്ടി അങ്ങ് ജീവിക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, യാക്കോബ് പശ്ചാത്തലത്തിൽ എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ പള്ളിയിലെ അച്ഛനായതുകൊണ്ടും അങ്ങനെ ഒരു കുടുംബം ആയിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയും കാര്യമൊക്കെ ഉള്ള ബന്ധത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ വചനം പഠിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിലൂടെ ഈ ബൈബിള് റോമാലേഖനം 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം ഞാൻ ആരോടും പറയാതെ എൻ്റെ റൂമിനകത്ത് കയറിയിരുന്ന് വാതിലടച്ച് എൻ്റെ കട്ടിലേക്ക് കയറിയിരുന്ന് ഞാൻ ആ വാക്യം വായിച്ച് ഞാൻ എൻ്റെ കർത്താവിൻ്റെ തന്നെ പറയും, കർത്താവെ ഇനി നിന്നിലൂടെ അല്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇന്ന് വരെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു, അത് മുഴുവൻ പ്രശ്നത്തിനകത്താണ്. എന്നാൽ ഇനി തൊട്ട് ഞാൻ നീ പറയുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതത്തെ നിന്റെ കരുത്തിൽ തരുന്നു. നീ പറയുന്ന വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തീങ്ങത്തില്ല. നീ എൻ്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. ഇന്നു മുതൽ ഞാൻ ദൈവമേ നിന്റെ പൈതലായി ജീവിക്കുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു കൊടുത്ത് ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത് മുഴുവനായിട്ട് സമർപ്പിച്ചു. ഞാൻ ഇത് ആരോടും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ കുറച്ചു ദിവസം മുമ്പോട്ട് പോയപ്പം എൻ്റെ അകത്തുള്ള ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ആരംഭിച്ചു. സന്തോഷത്തോടെ മുമ്പോട്ട് പോയി. അപ്പൊ എൻ്റെ ഉള്ളിൽ പിന്നെ അടുത്തൊരു കാര്യം, സുവിശേഷ വേല ചെയ്യണമെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ ആരോ അതിനുവേണ്ടി നിർബന്ധിക്കുന്നത് പോലെ ആ കാലഘട്ടത്തിൽ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്തപ്പം യാക്കോബ് പള്ളിയിൽ ചെന്ന് ഇത് പറയാൻ പറ്റിയില്ല. സത്യം പെന്തക്കോസ്ത് പശ്ചാത്തലമാണെന്ന് വചന പഠനത്തിലൂടെയും മറ്റ് സാഹചര്യങ്ങളിലൂടെയും ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. ഈ പാസ്റ്റർ വന്ന് നമ്മളോട് രാത്രി 12 മണി വരെയൊക്കെ ഞങ്ങൾ വാക്കുവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിനോട് പറഞ്ഞതും അല്ലാതെ ഒക്കെ ആയിട്ട് എനിക്കറിയാം, ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. സത്യം ഇതാണെന്നറിയാം. പക്ഷെ നമ്മുടെ പൗരോഹിത്യം വിട്ട് പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെ പിടിച്ചു നിന്നതാണ്. അപ്പം വചനം പഠിക്കണം, സുവിശേഷ വേല ചെയ്യണം എന്നൊരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ സുവിശേഷകനാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, എന്നെ എവിടെയെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ കൊണ്ട് ചേർക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ ഒറ്റയാഴ്ച പോലും പ്രാർത്ഥനയ്ക്ക് വന്നിട്ടില്ല, പിന്നെ എങ്ങനെ നിന്നെ ബൈബിൾ കോളേജിൽ കൊണ്ടാക്കും. അപ്പൊ എൻ്റെ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഞാനിപ്പോ പ്രാർത്ഥനയ്ക്ക് വന്ന ഉള്ള പ്രാർത്ഥനയ്ക്ക് വരവ് എല്ലാം ഇല്ലാതെയാകും. അതേസമയം ഞാൻ നേരെ ബൈബിൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തുടർന്ന് സുവിശേഷ വേലയെ പ്രയോജനപ്പെടാൻ പറ്റും. കാരണം എൻ്റെ സാഹചര്യം അതാണ്. പിതാവിന്റെ ജ്യേഷ്ഠൻ പള്ളിയിലെ അച്ഛനാണ്, മറ്റ് സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് വെല്ലിപ്പച്ചൻ വന്നു കഴിഞ്ഞാൽ എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വെല്ലിപ്പച്ചൻ. അപ്പം വെല്ലിപ്പച്ചൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ എതിർത്ത് പറയാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരി, പക്ഷെ നീ ഒരാഴ്ച ആരാധനയ്ക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരാഴ്ച ബൈബിൾ കോളേജിൽ പോണതിന് മുമ്പ് വരാം. അങ്ങനെ ഞാനും പാസ്റ്ററും കൂടെ ആരും അറിയാതെ അടുത്ത് തൃശ്ശൂരുള്ള ഒരു ബൈബിൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു. അപ്പം അവിടുത്തെ അഡ്മിഷൻ എടുത്തപ്പോൾ അവിടെ ചോദിച്ചു, സ്നാനപ്പെട്ടതാണോ, രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, ചർച്ചിൽ പോകുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. അപ്പൊ സ്നാനപ്പെട്ടെന്ന് ചോദിച്ചപ്പോൾ സ്നാനപ്പെട്ടിട്ടില്ല, പെടണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സാഹചര്യം അറിയാവുന്നതുകൊണ്ട് ഈ പ്രിൻസിപ്പളിന്റെ അടുത്ത് എൻ്റെ ചർച്ചിലെ പാസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നെ അവരങ്ങ് സ്വീകരിച്ചു. അങ്ങനെ പിന്നെയും ഞാൻ തുടർന്ന് അടുത്ത ആഴ്ചകളിൽ യാക്കോബ് പള്ളിയിൽ തന്നെയാണ് പോണത്. തിങ്കളാഴ്ച നേരെ ബൈബിൾ കോളേജിൽ പോകുന്നു. ബൈബിൾ കോളേജിൽ പോയി ഒരു സെമസ്റ്റർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞപ്പം പ്രിൻസിപ്പൾ പറഞ്ഞു, നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സത്യമാണെന്ന് മനസ്സിലായി, എനിക്ക് സ്നാനപ്പെടണം. അങ്ങനെ 2ാമത്തെ സെമസ്റ്ററില് ബൈബിൾ കോളേജിലെ സകല സ്റ്റുഡൻസിന്റെ മധ്യത്തിൽ പ്രിൻസിപ്പളുടെ കയ്യാൽ നമ്മുടെ എൻ്റെ മാതൃ ചർച്ചിൽ എന്നെ പ്രാർത്ഥനയിലേക്ക് നയിച്ച കർത്താവിന്റെ CT ബാബു പാസ്റ്ററുടെ സാന്നിധ്യത്തിൽ അവിടെയുള്ള ഒരു കുളത്തില് സ്നാനപ്പെടാൻ കർത്താവ് സഹായിച്ചു. ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളിലെ ആദ്യത്തെ പിന്നെ ആഗ്രഹം, ഞാൻ മാത്രം സ്നാനപ്പെട്ടാൽ പോരാ, എൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളൊക്കെ സ്നാനപ്പെടണം. അങ്ങനെ ഞാൻ ശക്തമായിട്ട് എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഉപവാസവും പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അടുത്ത 6 മാസത്തിനുള്ളിൽ ഞാനൊരു 21 ദിവസം ആ വിഷയത്തിന് വേണ്ടി ഫുൾ ഉപവാസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ ഇതേ പ്രിൻസിപ്പളിന്റെ കൈ കീഴിൽ ആരും അറിയാതെ എൻ്റെ പിതാവും മാതാവും എൻ്റെ നേരെ താഴെ ഉള്ള സഹോദരിയും സ്നാനപ്പെടാനിടയായി. അങ്ങനെ 3 വർഷക്കാലം അവിടെ ബൈബിൾ കോളേജിൽ പഠിച്ച്
ഗ്രാജുവേഷൻ ചെയ്തു. ഈ ഗ്രാജുവേഷൻ ചെയ്യുന്ന സാഹചര്യത്തിന് തൊട്ടു മുമ്പ്, ആ മാസം ഗ്രാജുവേഷൻ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ്, ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇനി സുവിശേഷ വേല ചെയ്യാം എന്നൊരു സാഹചര്യത്തിലായിരുന്നു. അതിന് തൊട്ടു മുമ്പ് തൃശ്ശൂര് കൊരട്ടി എന്നൊരു സ്ഥലത്ത് ഒരു ചർച്ചക്കോടില് ഒരു ആരാധന കൂടാൻ കർത്താവ് സഹായിച്ചു. അവിടെ എൻ്റെ മാതൃ ചർച്ചിലെ ഒരു വിശ്വാസി അവിടെ പോയി താമസിക്കുന്നുണ്ട്. അവിടെ പോയി അന്ന് ആരാധന കൂടി വചനമൊക്കെ പ്രസംഗിച്ചു. അടുത്ത സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ പോവാണ്, അടുത്ത മാസം ഗ്രാജുവേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ ചർച്ചക്കോടിലെ പാസ്റ്ററുടെ ഭാര്യ, ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ആരാധന കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കും, ഒരു വാക്ക് പ്രാർത്ഥിച്ചിറങ്ങാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുള്ളിക്കാരത്തി ഇടിവെട്ടുന്നത് പോലെ ശബ്ദത്തിൽ അന്യഭാഷ പറഞ്ഞു. അത് കഴിഞ്ഞേച്ച് ഒറ്റ പ്രവചനം, നിന്റെ പഠനം കഴിഞ്ഞ് നീ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാറായിട്ടില്ല, നിന്നെ ഞാൻ ഇനിയും പഠിക്കാൻ വിടും, നീ ഇനിയും പഠിക്കും, നീ ഇംഗ്ലീഷ് ഭാഷയിൽ പിന്നെയും വചനം പഠിച്ച് തുടർന്ന് എൻ്റെ വേലയിൽ ജ്ഞാനികളുടെ മുമ്പിൽ ഞാൻ നിന്നെ നിർത്തും. അപ്പോൾ എൻ്റെ ചിന്തയിൽ അന്ന് വരെ തുടർ പഠനം ചിന്തയില്ല. അങ്ങനെ ആ കർത്താവിന്റെ ദാസി ഹേമ എന്നാണ് ആ ദൈവാസിയുടെ പേര്. ഇപ്പോൾ ദൈവാസി നിലമ്പൂരുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പം ചർച്ചോക്കോടിലാണ്. അപ്പം ഈ ദൈവാസിയാണ് എൻ്റെ ജീവിതത്തിൽ അടുത്തൊരു ട്രെയിനിങ്ങിന്റെ ഓപ്പണിങ്. അപ്പം ദൈവാസി പറഞ്ഞനുസരിച്ച് ഞാൻ സന്തോഷത്തോടെ ഉള്ളില് അത് സ്വീകരിച്ചു. നീ തുടർന്ന് അപ്പൊ ബൈബിള് പഠിക്കണം, ഇംഗ്ലീഷ് മീഡിയം പഠിക്കണം. അങ്ങനെ ഞാൻ ഗ്രാജുവേഷൻ ചെയ്ത ആ സമയത്ത് തന്നെ ഞങ്ങളുടെ സെൻട്രൽ ആലത്തൂർ IPC സഭയുടെ ഒരു ഭാഗമാണ് ഈ സഭ, ഞാൻ രക്ഷിക്കപ്പെട്ട സഭ. അപ്പൊ അവിടെ സെൻട്രൽ ഒരു ചർച്ചിനകത്ത് മിഷണറി ചലഞ്ച് എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പം ഈ മീറ്റിങ്ങിനെ കുറിച്ച് കേട്ട് എൻ്റെ അടുത്ത് പാസ്റ്റർ പറഞ്ഞു, ഞാൻ കരിമ്പാറ എന്ന് പറഞ്ഞ സഭയിൽ ഈ മിഷണറി ചലഞ്ച് മീറ്റിംഗിലേക്ക് പങ്കെടുക്കാൻ പോയി. അവിടെ ഒരു സായിപ്പാണ് ഈ മിഷണറി ചലഞ്ച് ക്ലാസ് എടുക്കുന്നത്. അപ്പം പിന്നീടാണ് എനിക്കത് മനസ്സിലായത് OM എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അവര് മിഷണറി ചലഞ്ച് നടത്തുന്ന മീറ്റിംഗ് ആണ്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫർദർ സ്റ്റഡിക്ക് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് സമീപിക്കാം, നിങ്ങൾക്ക് അതിനുള്ള ബൈബിൾ പഠനത്തിനുള്ള താല്പര്യം, സുവിശേഷ വേലി ഒന്നിച്ച് ചെയ്യുന്ന താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞപ്പം എൻ്റെ അകത്ത് കർത്താവിന്റെ ദാസി ഹേമ പറഞ്ഞ ചിന്തയുണ്ട്, തുടർന്ന് ഇനി ഞാൻ പഠിക്കാൻ പെടും. അപ്പം ഞാൻ അവരോട് എന്ന് പറഞ്ഞു, അതിന്റെ കേരള കോർഡിനേറ്റർ ആയിരിക്കുന്ന മാത്യുച്ചാൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് തുടർ പഠനം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് BTH മലയാളം മീഡിയമാണ്, അപ്പം തുടർന്ന് പഠിക്കണമെന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് അവര് പറഞ്ഞു മിനിമം ക്വാളിഫിക്കേഷൻ അന്ന് പ്രീ ഡിഗ്രിയും പ്രീ ഡിഗ്രിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചിട്ടില്ല, 10ാം ക്ലാസ് ആണ്. അത് കഴിഞ്ഞ് ബൈബിൾ കോളേജിൽ പഠിച്ചു 3 വർഷം. അദ്ദേഹം പറഞ്ഞു ബൈബിൾ കോളേജിൽ നമ്മൾ പ്രീ ഡിഗ്രി ആയിട്ട് അംഗീകരിക്കാം, അപ്പം നിനക്ക് തുടർന്ന് പഠിക്കാം. അടുത്ത ദിവസം തന്നെ, അടുത്ത ഒരാഴ്ചക്ക് ശേഷം ചർച്ചിൽ ആരാധന കൂടി, സഭയില് സാക്ഷ്യം പറഞ്ഞു. അടുത്ത തിങ്കളാഴ്ച അടുത്ത ദിവസം പെട്ടിയെടുത്ത് നേരെ ഫർദർ സ്റ്റഡിക്ക് വേണ്ടി OM-ൽ പോകാനിടയായിട്ട് OM-ൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ആണ് എൻ്റെ ശിശു ഭയങ്കരമായിട്ടുള്ള ടേണിംഗ് പോയിന്റ് പിന്നെയും സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് ആദ്യം സെക്കൻഡറാബാദിൽ ക്ലാസ്സിന് ചെന്ന് കഴിഞ്ഞപ്പം OM-ന്റെ സെക്കൻഡറാബാദ് ഓഫീസിൽ ചെന്ന് ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞപ്പം ആദ്യം അവരിട്ടത് നമ്മുടെ കപ്പാസിറ്റി അളക്കുക, നമുക്ക് എന്തോരം ഇംഗ്ലീഷ് നോളജ് ഉണ്ടെന്ന്. ഗ്രാമർ ക്ലാസ് നടത്തി പരീക്ഷ ഇട്ടു. പരീക്ഷയിൽ 1ാം തരമായിട്ട് നമ്മൾ പൂർത്തി. കാരണം മലയാളം മീഡിയം പഠിച്ചു പോയ നമുക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് യാതൊരു എത്തും പിടിയില്ല. അങ്ങനെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കുറെ പേരുണ്ട്, 700 കുട്ടികളുണ്ട്. അതിലെ മലയാളത്തിൽ പഠിക്കുന്നവർക്ക് സെപ്പറേറ്റ് അവർ തന്നെ ഒരു 30 പേരെ ഈ ഫെയിലായ കൂട്ടത്തിലുണ്ട്. ഫെയിലായ കൂട്ടത്തില് ഞാനും ഉണ്ട്. അപ്പം ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എപ്പോഴും നല്ല ടിപ് ടോപ്പ് ആയിട്ട് ഞാൻ അന്നും നടക്കുകയുള്ളൂ. അപ്പം എന്നെ കണ്ടപ്പം നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ എടുക്കാൻ വന്ന ടീച്ചർ ഓമന കോശി എന്ന് പറയും, OM-ലെ നല്ലൊരു സീനിയർ ടീച്ചറാണ്. ഞങ്ങൾ നല്ല സ്നേഹമുള്ള, എന്നെ വളരെ കരുതിയിട്ടുള്ളൊരു മാതാവാണ്. ഈ ഓമന കോശി അമ്മാമ എന്നെ ക്ലാസ് എടുത്ത് എല്ലാവരോടും പറഞ്ഞു 5 വാക്ക് ബോർഡിൽ എഴുതി അതിനോട് ചേർന്ന സെന്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം എല്ലാവരും തന്നെ തെറ്റിച്ചു, 1-2 ഒക്കെ തെറ്റിച്ചു കഴിഞ്ഞപ്പം ഞാൻ മുഴുവനും തെറ്റിച്ചു കഴിഞ്ഞപ്പം അടുത്ത ദിവസം എഴുതിയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ 5-ന് 10ഉം 15ഉം വാക്കും സെന്റൻസും ഒക്കെ പഠിച്ച് അടുത്ത ദിവസം ചെന്നു. ബോർഡിന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആയിപ്പോയി, ഒന്നും എഴുതാൻ അറിയുന്നില്ല. അന്ന് ഈ സെക്ഷൻ ഒത്തിരി തിരിഞ്ഞ് ഈ ഗ്രാമർ ക്ലാസ് ആയതുകൊണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പും ഗ്രാമർ ക്ലാസ് ആയതുകൊണ്ട് ഡൈനിങ് ഹാളിലാണ് ഈ ക്ലാസ് നടത്തുന്നത്. 2ാമത്തെ ദിവസമായപ്പോൾ ഓമന കോശി എന്ന് പറഞ്ഞ അമ്മാമ്മ എന്നെ ശരിയായിട്ട് അങ്ങ് വഴക്ക് പറഞ്ഞു. 10-30 പിള്ളേരുടെ ഇടയിൽ എന്നെ ശരിയായിട്ട് വഴക്ക് പറഞ്ഞപ്പം എനിക്കതങ്ങ് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ ക്ലാസ് ഒരു പരിധി വരെ പിടിച്ചിരുന്നു. ക്ലാസ് കഴിഞ്ഞു.
എല്ലാവരും പോയി. പക്ഷെ ഞാൻ ആ കസേരയിരിക്കുന്നു പൊട്ടി 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 കരഞ്ഞു. കർത്താവെ, നീ എന്നോട് പറഞ്ഞതാ നീ പഠിക്കാൻ പോവും, നിന്നെ ഞാൻ ഫർദർ സ്റ്റഡി നടത്തും, പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. അവിടെ ഇരുന്ന് ഒത്തിരി കരഞ്ഞപ്പം ഈ ഡൈനിങ് ഹാളിലെ കിച്ചണിനകത്ത് പണിയെടുക്കുന്നവർ എന്റെ കരച്ചിൽ കണ്ടിട്ട് ഈ ഓമനാക്കോശി അമ്മാമ്മ ഇത് അറിയിച്ചു. ഓമനാക്കോശി അമ്മാമ്മ വാതിക്ക വന്ന് നിന്നപ്പോ ഞാൻ ഇങ്ങനെ ഇരുന്ന് പൊട്ടി കരയുന്ന അമ്മാമ്മ ഒന്നും കാണാത്തതുപോലെ ഞാൻ കണ്ടു. പക്ഷെ അമ്മാമ്മ എന്നെ ഞാൻ കണ്ടിട്ടില്ല എന്ന നിലയിൽ അമ്മാമ്മ തിരിച്ചുപോയി. അന്ന് എന്റെ സ്നേഹിതൻ കോട്ടയംകാരൻ ജോണ്, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിടാ എനിക്കിത് തുടർന്ന് പഠിക്കണമെന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഇന്നലെ കുറെ പഠിച്ചതാ, പക്ഷെ ബോർഡിന്റെ മുമ്പിൽ വരുമ്പോൾ മൈൻഡ് ബ്ലാങ്ക് ആയി പോകും. അത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു വിഷമിക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വളരെ വിഷമിച്ച്, ഒരു വശത്ത് കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. എല്ലാം കാര്യം അന്ന് നന്നായിട്ട് എന്നെ വഴക്ക് പറഞ്ഞു ഓമനാമ്മ. അപ്പം ഞാൻ അങ്ങനെ അവിടുത്തെ ഗാർഡനിൽ കുറെ പുൽത്തകിട് ഒത്തിരി സൗകര്യമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് എന്റെ ഓഫീസ് സെക്കൻഡറാബാദിൽ. പുൽത്തകിട ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും പറയുന്നുണ്ട്, ഒപ്പത്തൊട്ട് ഞാൻ വിങ്ങി വിങ്ങി കരയുന്നുണ്ട്. അപ്പൊ ഒരു തമിഴ് സഹോദരൻ അതിൽ പോയപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ വിഷയം എന്ന് ചോദിച്ചു. അപ്പം ഒരു സാധാരണ അങ്ങനെ ബൈബിൾ കോളേജിൽ കരയുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം അദ്ദേഹം ജോൺ പറഞ്ഞു ഇതുപോലെ അവന് ക്ലാസ്സിൽ കുറെ ചോദ്യമൊക്കെ ചോദിച്ചു. അപ്പൊ അവന് രണ്ടാമത്തെ ദിവസമായപ്പം ഓമനമാമ കാര്യമായിട്ട് വഴക്ക് പറഞ്ഞു. അപ്പൊ അതിന്റെ വിഷമമാണ്. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഇത് പറയും, ഞാൻ പിന്നെയും പൊട്ടിക്കരഞ്ഞപ്പോ ഈ തമിഴ് സഹോദരൻ അടുത്ത് അവിടെ വന്നിരുന്നു. പുള്ളി എൻ്റെ ഒപ്പം കരഞ്ഞു, ജോണും കരഞ്ഞു. അന്ന് അവർ എനിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ തമിഴ് സഹോദരൻ ആത്മാർത്ഥമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു. അടുത്ത ദിവസം ഓമനാക്കോശി അമ്മാമ എൻ്റെ അടുത്ത് പറഞ്ഞു വിഷമിക്കുന്നതുകൊണ്ടൊക്കെ ശരിയാവും, കാര്യമില്ല എന്ന് പറഞ്ഞ് എന്നെ തലോടും ഒക്കെ ചെയ്ത് തലയിൽ തട്ടി ദേഹത്തൊക്കെ തലോടി എനിക്ക് ആശ്വാസവാക്കൊക്കെ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഇയർ അങ്ങനെ കഴിഞ്ഞുപോയി. രണ്ടാമത്തെ വർഷം ആയപ്പോഴത്തേക്കും പരീക്ഷയുണ്ട്. പരീക്ഷയിൽ ഏതാണ്ട് എല്ലാ വിഷയവും തന്നെ നമ്മൾ പൊട്ടി. അവിടുന്ന് നേരെ എന്നെ തിരിച്ച് ആന്ധ്രയിലേക്കാണ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഈ ടീമിലേക്ക് വിടുന്നത്. അവിടെ ഇരുന്ന് ഞാൻ രാവും പകലും പഠനം തുടങ്ങി. അവിടെ ചിലപ്പോൾ എനിക്കൊന്നും അറിയത്തില്ലെങ്കിലും കമ്മൺ ഡിസ്ട്രിക്റ്റിലാണ് ആദ്യം വിജയവാഡയിൽ പോയി, അവിടെ നിന്ന് നേരെ കമ്മൺ ഡിസ്ട്രിക്റ്റിൽ ആന്ധ്ര കമ്മൺ ഡിസ്ട്രിക്റ്റിലേക്ക് പോയി. അവിടെ ടീമില് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വരാന്തയോട് ചേർന്ന് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ആ ഇലക്ട്രിക് പോസ്റ്റിനകത്തുള്ള ലൈറ്റ് ഈ വരാന്തയിൽ നല്ല ക്ലിയർ ആയി കാണും. അപ്പോൾ ഞാനൊരു ചെറിയ ടീപ്പോയോ ഈ വരാന്തയിലിട്ട് രാത്രി 2 മണി 3 മണി വരെ ഇരുന്ന് ഗ്രാമർ പഠിത്തവും വൊക്കാബുലറി പഠിത്തവുമായി. അങ്ങനെ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാഗാമിയും ആന്ധ്രക്കാരും തമിഴ്നാട്ടുകാരൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു നിനക്ക് വട്ടുപിടിക്കും, നീ ഇങ്ങനെ ഇരുന്ന് പഠിക്കരുത്. ഞാൻ പറഞ്ഞു പഠിച്ചേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ അവരുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ മുമ്പോട്ട് പോകുന്ന രാവും പകല് പ്രവർത്തനത്തിന് പോവും, വന്നിരുന്ന പഠനം തുടങ്ങി. ഇങ്ങനെ ഗ്രാമർ പഠിച്ച 6ാമത്തെ മാസം ഞാൻ അവിടെ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കാൻ, അവിടുത്തെ ചർച്ചിൽ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ആ ഒരു വർഷത്തോടു കൂടെ ഏകദേശം ഇംഗ്ലീഷിന്റെ എല്ലാ വലിയ കടമ്പയാകുള്ള കടികെട്ടിയായ എല്ലാ വിഷയത്തിൽ നിന്നും ഞാൻ പുറത്തു വന്നു. അടുത്ത 4ാമത്തെ വർഷം ഞാൻ അവിടെ എത്തുമ്പം എനിക്ക് 28 സബ്ജക്റ്റ് ആണ് ഈ 4 വർഷവും ഉള്ളത്. 4 വർഷത്തെ 28 സബ്ജക്റ്റിനകത്ത് ഏതാണ്ട് 23 സബ്ജക്റ്റും എനിക്ക് എഴുതിയാലാണ് ഗ്രാജുവേഷൻ കിട്ടുള്ളൂ. ബാക്കി എല്ലാ വിഷയവും അങ്ങനെ ഞാൻ എഴുതാതെ ഓരോ ക്ലാസ്സും കയറി ഫൈനലെത്തി. അപ്പം ഫൈനൽ വന്നപ്പോഴത്തേക്കും കോളേജ് നല്ല നിലയിലേക്ക്, കോളേജും അതിൻ്റെതായ ലെവലിൽ കയറി വരുമ്പം അവരൊരു തീരുമാനം ഇട്ടു. 3 വർഷം ഒരു സെമസ്റ്ററിൽ 6 വിഷയമാണ്. 6 വിഷയത്തിൽ 3 വിഷയത്തിൽ പൊട്ടിയാൽ ആ വ്യക്തി ആ ക്ലാസ്സിൽ തന്നെ തുടരണം. ഇനി ഇപ്പൊ വന്നേക്കുന്ന ഈ വർഷം തീരുമാനം എടുത്തു, 2005 മാർച്ചിലാണ് ആ വർഷം ഒരു തീരുമാനം എടുത്തു. ഈ പ്രാവശ്യം 3 വിഷയത്തിൽ പൊട്ടുന്ന ഫൈനൽ ഇയർ ആയ ആർക്കും ഗ്രാജുവേഷൻ ഇല്ല. അപ്പൊ അങ്ങനെയോടെ ഇരിക്കുമ്പോൾ എന്റെ സബ്ജക്റ്റ് ഈ 17 സബ്ജക്റ്റ് എഴുതാനുള്ളതും ആ വർഷത്തെ 6 സബ്ജക്റ്റും മൊത്തത്തിൽ 23 സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ 23 സബ്ജക്റ്റിനകത്ത് ഈ മുഴുവൻ ബോർഡിനകത്ത് നോക്കുമ്പോൾ എല്ലാവർക്കും 6 സബ്ജക്റ്റും 7 സബ്ജക്റ്റ് ഒക്കെ ഉള്ളൂ റിമൈൻ ആയിട്ട് എഴുതാൻ വേണ്ടി ബാലൻസ് കിടക്കുന്നത്. ബാക്കി എല്ലാവരും ജയിച്ചവരാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സബ്ജക്റ്റ് 23 സബ്ജക്റ്റ്, അതിൽ 6 എണ്ണം ആ വർഷത്തെ എഴുതാനുള്ളതും ബാക്കിയുള്ളതും കൂടെയാണ് 23 സബ്ജക്റ്റ്. ആകെ ഞാൻ ജയിച്ചിട്ടുള്ളത് 4 വർഷം കൊണ്ട് 5 സബ്ജക്റ്റാണ്. അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോൾ എല്ലാവരും തീരുമാനിച്ചു ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യില്ല. അങ്ങനെ ഞാൻ ക്യൂവിലെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സാറുമാരും, അവിടെ ഓയിമിന്റെ ഒരു പ്രത്യേക സാറുമാരും പിള്ളേർക്കും എല്ലാം ഒരേ
നിലവാരത്തിലാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് സാറുമാരും ക്യൂ നിൽക്കണം ഭക്ഷണം മേടിക്കാൻ. അപ്പം അവിടുത്തെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരിക്കുന്ന പോൾ രാജ് തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹമാണ് എന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു വെച്ച്, എൽദോസ് നീ എന്തിനാണ് ഈ സെമിനാറിന് വന്നത്? നീ അടുത്ത വർഷം വന്നാൽ പോരായിരുന്നു. ഈ ഗ്രാജുവേഷൻ സെമിനാറിന് വന്നത് എന്തിനാ? കാരണം നിനക്ക് 23 സബ്ജക്റ്റ് ടോട്ടലി ഉണ്ട്. ഇത്രയും സബ്ജക്റ്റ് എഴുതിയിട്ട് നീ ജയിക്കുകയില്ല. കാരണം 3 സബ്ജക്റ്റ് തോറ്റു കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ഇല്ല. അപ്പം നാണക്കേടായില്ല. അപ്പൊ ഗ്രാജുവേഷൻ ഇല്ലാത്ത സെമിനാറിന് നിനക്ക് വരായിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ആവേശം കൂടുതലായതുകൊണ്ട് ഞാൻ പറഞ്ഞു, if I am not going to graduate, there is no graduation service. അപ്പൊ ഞാൻ ഇത് ഇച്ചിരി സൗണ്ടിലാ പറഞ്ഞ്, എല്ലാവരും ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോ സംസാരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പം എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചു, ഈ അസിസ്റ്റന്റ് രജിസ്ട്രാറായിരിക്കുന്ന പോൾ രാജ് എന്ന് പറഞ്ഞ ഈ നമ്മുടെ വയ്യയുടെ മുഖം പെട്ടെന്ന്, ചിരിച്ച മുഖം പെട്ടെന്ന് കറുത്തു. അദ്ദേഹം പറഞ്ഞു വി വിൽ സീ. അപ്പൊ ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ അതിന്റെ ഗൗരവം മനസ്സിലായി. ഇദ്ദേഹം എനിക്ക് പണി തരും എന്നുള്ള ഒരു കാര്യം ഉറപ്പായി. ഞാൻ അപ്പോൾ തന്നെ ഗൗരവം മനസ്സിലായി. ഞാൻ റൂമിനകത്ത് പോയി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച്, കർത്താവെ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പം ഞാൻ ഗ്രാജുവേഷൻ ചെയ്യില്ല എന്ന് അവിടുത്തെ SSC സ്റ്റാഫിനകത്ത് എല്ലാവരും, ടീച്ചേഴ്സ് മുഴുവൻ, ഫാക്കൽറ്റി മുഴുവൻ തീരുമാനിച്ചു ഞാൻ ഗ്രാജുവേഷൻ ചെയ്യില്ല. കാരണം 3 വിഷയം തോറ്റു കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ഇല്ല. അപ്പൊ അത്രയും വിഷയമുള്ള വേറൊരാളും ഈ അന്ന് ആ സെമിനാറിനില്ല. അപ്പം ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. പരീക്ഷ അടുത്ത ദിവസങ്ങളിൽ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാണ്. അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തു. റൂമിനകത്ത് കയറി മുട്ടയെ കുത്തി നിന്ന് 2 കൈ മേപ്പോട്ട് ഉയർത്തി പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന അതിശക്തമായ പ്രാർത്ഥനയാണ്. മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വേണ്ടി ബുക്ക് നോട്ട് തുറന്നിരുന്ന് കുത്തിയിരുന്ന് പഠിക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് പോയിരുന്ന രാത്രി മുഴുവൻ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ച് നേരം വെളുക്കുന്ന സമയം എപ്പോഴേലും ഒന്ന് ഉറങ്ങും. നേരെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി അപ്പോഴാണ് എൻ്റെ ബുക്ക് എടുത്ത് ഞാൻ നോട്ട് എടുത്ത് പഠിക്കാൻ തുടങ്ങുന്നത്. ദൈവത്തോട് ഞാൻ ഒറ്റ കണ്ടീഷൻ പറഞ്ഞു, കർത്താവ് നീ എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവ് ഞാൻ ഈ പ്രാവശ്യം ഗ്രാജുവേഷൻ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നീ എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചിട്ടില്ല. ഇത് പറഞ്ഞാണ്, കണ്ടീഷൻ പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പരീക്ഷകൾ മുഴുവൻ ഞാൻ എഴുതുന്ന സമയം രാവിലെയും വൈകുന്നേരവും പരീക്ഷയാണ്. 23 സബ്ജക്റ്റ് ഉണ്ട്. എല്ലാവർക്കും 6 പെൻഡിങ് ആയിരിക്കുന്ന 5ഓ 6ഓ സബ്ജക്റ്റുകളുള്ളൂ. അപ്പൊ എല്ലാവരും അവരുടെ പാരന്റ്സിനെ ക്ഷണിച്ചേക്കുകയാണ് ഈ ഗ്രാജുവേഷന് വരാൻ വേണ്ടി. ഞാൻ എൻ്റെ പാരന്റ്സിനെ ക്ഷണിച്ചിട്ടില്ല. അവർക്ക് ഇങ്ങനെ ഗ്രാജുവേഷൻ സർവീസ് ഉള്ള കാര്യം അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല. ഇപ്പം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതാൻ പോകുമ്പം ആദ്യം പരീക്ഷയ്ക്ക് മുമ്പ് 2 മണിക്കൂർ മുമ്പ് ഞാൻ ഈ നോട്ട് മുഴുവൻ ഇരുന്ന് വായിക്കും. മെയിൻ സബ്ജക്റ്റിനകത്ത് മെയിൻ വിഷയം എടുക്കും. വിഷയം, സബ് ഹെഡിങ്, ഇതെല്ലാം ഒന്ന് നോക്കി അതൊന്ന് 2-3 പ്രാവശ്യം മെയിൻ ഹെഡിങ് സബ് ഹെഡിങ്ങും വായിക്കും. അതിനുശേഷം 1-2 പ്രാവശ്യം നോട്ട് വായിക്കും. അങ്ങനെ നോട്ട് വായിച്ച് ഞാൻ നേരെ പരീക്ഷ ഹാളിൽ പോയി ആദ്യം 10 മിനിറ്റ് ഒന്ന് ഉറങ്ങും. കാരണം ഈ പുസ്തകം നോട്ട് വായിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് എന്തെങ്കിലും ഒന്ന് മനസ്സിലാകും. ഒരു 10 മിനിറ്റ് ഉറങ്ങും. അതിനുശേഷം വായിക്കും. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയാം ഞാൻ ഇന്ന് രാവിലെ വായിച്ച ആ ക്വസ്റ്റ്യന്റെ ആ പഠിച്ച ഉത്തരവാണ് ഈ ക്വസ്റ്റ്യൻ. അങ്ങനെ അന്ന് ദൈവം എനിക്ക് തന്ന ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒരു വലിയ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്, ഈ വായിച്ച നോട്ടെല്ലാം ശരിക്കും എനിക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ എനിക്ക് മെമ്മറി കാണാം. ഞാൻ ഹൈലൈറ്റർ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതും ഹൈലൈറ്റർ വെച്ച് വരച്ചിരിക്കുന്നതും ഒക്കെ എനിക്ക് അതുപോലെ എൻ്റെ മൈൻഡിൽ കാണാം. എഴുതും. ഞാൻ എഴുതി എത്രയും കഴിയുന്നു അപ്പോഴത്തേക്കും അവർ പറയും സമയമായി എന്ന് പറയും. അങ്ങനെ ആൻസർ പേപ്പർ കൊടുത്ത് പുറത്തു വരും. രാവിലെ ഉച്ചയ്ക്ക്. ഈ 23 സബ്ജക്റ്റിനകത്ത് ഏതാണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ പരീക്ഷ എഴുതി. റിസൾട്ട് വന്നപ്പോൾ ഞാൻ 23-ൽ 21 വിഷയവും പാസ്സായി. അപ്പോൾ കർത്താവ് എന്നെ വിളിച്ചു എന്നുള്ളതിന്റെ ഉറപ്പ്. അടുത്ത ദിവസം പോൾരാജ് എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരിക്കുന്ന പോൾരാജ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 2 വിഷയം നീ പോയിട്ടുണ്ട്, നാളെ രാവിലെയും വൈകുന്നേരം വിഷയം എഴുതണം. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 2 ദിവസമായിട്ട് ഈ വിഷയം എന്താ പറഞ്ഞു. അദ്ദേഹത്തിന് ചെറിയ കലിപ്പുള്ളി കിടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നാളെ രാവിലെ വൈകുന്നേരമാണ് നിന്റെ വിഷയം എഴുതാനുള്ളത്. അതിനകത്ത് യാതൊരു എക്സ്ക്യൂസും ഇല്ല. ഞാൻ നേരെ ഈ വിഷയം പഠിപ്പിച്ച ടീച്ചർമാരെ ചെന്ന് കണ്ടു. അവരോട് കുറച്ച് അഡ്വൈസ് ചോദിച്ചു. അവരെനിക്ക് കുറച്ച് ക്ലാസ് എടുത്തു തന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെയും വൈകുന്നേരവും
ഈ പരീക്ഷയ്ക്ക് ഞാൻ റെഡിയായി പ്രാർത്ഥിച്ചു. ഇതേപോലെ തന്നെ ദൈവമേ ഈ 2 വിഷയത്തിൽ ഒരെണ്ണം പൊട്ടിയ ഗ്രാജുവേഷൻ ഇല്ല, കാരണം 3 വിഷയം തോക്കുക എന്നുള്ളത് 3 പ്രാവശ്യമാണ്. അപ്പം അങ്ങനെ രണ്ടാമത്തെ രാവിലെ വൈകുന്നേരം എഴുതി. ദൈവം എന്നെ ആ വിഷയത്തിലും കഴിഞ്ഞ വിഷയങ്ങളെ പോലെ തന്നെ സഹായിച്ചു. ആ വിഷയവും ഞാൻ പാസ്സാകുവാൻ ദൈവം അനുവദിച്ചു. എൻ്റെ അറിവിൽ OM 23 വിഷയവും ഒരുമിച്ച് പരീക്ഷ എഴുതി പാസ്സായ ഒരാളും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. കർത്താവ് എനിക്ക് അത്ഭുതം ചെയ്തു. അങ്ങനെ ആ ഗ്രാജുവേഷന് എല്ലാവരെക്കാളും മാന്യത എനിക്ക് കിട്ടി. എന്താന്ന് വെച്ചാൽ അത്രയും സബ്ജക്റ്റ് സ്കോർ ചെയ്ത അല്ലെങ്കിൽ എല്ലാം എഴുതി പാസ്സായ ഒരു വ്യക്തി ഞാൻ മാത്രമാണ്. 5 വിഷയവും 6 വിഷയവും എഴുതാൻ പെൻഡിങ് ഉണ്ടായിരുന്നവർ അവർ 3 വിഷയത്തിൽ തോറ്റതുകൊണ്ട് അവരുടെ പാരൻസ് പലരുടെയും ഈ ഗ്രാജുവേഷൻ വന്നു. പക്ഷേ അവർക്ക് ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റിയില്ല. അവരുടെ പാരൻസ് ദുഃഖത്തോടെ പോകുമ്പോൾ എൻ്റെ കർത്താവ് എന്നോട് ചെയ്തൊരു ഫേവർ, നിന്നെ വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവായിട്ട് കർത്താവ് എനിക്ക് ജയം തരുവാനിട അയച്ചു. അങ്ങനെ എന്നെ സൗത്ത് ഇന്ത്യയുടെ ഓഫീസ് ബാംഗ്ലൂരിലേക്ക് വന്നു. സൗത്ത് ഇന്ത്യയുടെ ഓഫീസിൽ വന്നു. അവിടെ എന്നോട് ചോദിച്ചു, നിന്റെ ഫർദർ പ്ലാൻ എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ചർച്ച് പ്ലാന്റിംഗ് ആണ് എൻ്റെ ഉള്ളിലെ വിഷൻ എന്ന് പറഞ്ഞു. അപ്പം വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, എവിടെയാ പോകണ്ടേ? അപ്പം എൻ്റെ ബൈബിൾ കോളേജിനകത്ത് ACC സ്റ്റാഫിനകത്ത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുന്ന ജേക്കബ് അച്ഛൻ, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ചർച്ച് പ്ലാന്റിംഗ് അല്ലേ? എൻ്റെ ഉള്ളിലും ചർച്ച് പ്ലാന്റിംഗ് ആണ്. എന്നെ അടുത്ത ദിവസം മഹാരാഷ്ട്രയിലേക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ സെമിനാർ കഴിഞ്ഞാൽ ഞാൻ മഹാരാഷ്ട്രയ്ക്ക് പോവുകയാണ്. അവിടുത്തെ ഹെഡ് ഞാനാണ്. അപ്പൊ ഇദ്ദേഹത്തിന് എന്നോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. ഈ ക്ലാസ് നടക്കുന്ന സമയത്തെല്ലാം സൺഡേയിൽ ഇദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് വെളിയിലുള്ള ചർച്ചിൽ പോകും. അല്പസമയം പ്രസംഗിക്കാനൊക്കെ അവസരം തരും. അതുപോലെ തന്നെ അത്യാവശ്യം എനിക്ക് വേണ്ട പോക്കറ്റ് മണി ഈ അധ്യാപകൻ, ഈ അഡ്മിനിസ്ട്രേറ്ററായി വർക്ക് ചെയ്യുന്ന ജേക്കബ് അച്ഛൻ തരുവരും. അദ്ദേഹം പറഞ്ഞു, നീ വേറെ എവിടെയും ചർച്ച് മിനിസ്റ്റർ ചെയ്യേണ്ട, മഹാരാഷ്ട്രയ്ക്ക് വരാം. അപ്പൊ ഞാൻ അവിടെയുണ്ട് നിന്റെ ഹെഡായിട്ട്. അപ്പൊ നിനക്ക് അവിടെയുള്ള എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു തരാം. അപ്പൊ ഞാൻ സൗത്ത് ഇന്ത്യയുടെ ഓഫീസിൽ വന്നപ്പം അവിടെ കുറച്ച് നാള് ബാംഗ്ലൂരിലെ സൗത്ത് ഇന്ത്യയുടെ ഓഫീസിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാം OM-ന്റെ. അപ്പം അവിടുത്തെ സാംസബൈ ആണ് അന്നേരം സൗത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് മഹാരാഷ്ട്രയിൽ ചർച്ച് പ്ലാനിംഗ് ആണ്. അന്നേരം പറഞ്ഞു, കുറച്ച് നാള് നീ ടീമിൽ തന്നെ പോയി നിൽക്ക്, അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ഹിന്ദിയും കൂടെ പഠിക്കുക, അങ്ങനെ നിന്നെ പൂനെയിൽ ഇംഗ്ലീഷ് ചർച്ചിന്റെ പാസ്റ്റർ ആക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ആരംഭത്തിൽ എനിക്ക് ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എൻ്റെ 4ാമത്തെ വർഷം ആയപ്പോഴത്തേക്കും ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുക മാത്രമല്ല, ഈ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നല്ലൊരു ട്രാൻസ്ലേറ്റർ ആയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞ രജിസ്ട്രാർ എല്ലാവരുടെ സർട്ടിഫിക്കറ്റ് എഴുതാൻ വേണ്ടി ഒരു ആർട്ടിസ്റ്റായി എൻ്റെ സ്നേഹിതനെയാണ് വിളിച്ചത്. സർട്ടിഫിക്കറ്റ് ആണ് വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടി ആർട്ടിസ്റ്റ് ആയിരിക്കുന്ന ഈ എൻ്റെ സ്നേഹിതനായ സോളമൻ, കണ്ണൂരുകാരനാണ്, അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ഓരോരുത്തരുടെ സർട്ടിഫിക്കറ്റ് എഴുതുമ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ പേര് വന്നപ്പം അദ്ദേഹം ഈ രജിസ്ട്രാർ ആയിരിക്കുന്ന അത് ഗുജറാത്തിക്കാരനാണ് ശൈലേഷ് പട്ടേലി. ശൈലേഷ് പട്ടേലിയുടെ ഭയ്യോട് ചോദിച്ചു, ഭയ്യ എൽദോസിന്റെ സർട്ടിഫിക്കറ്റ് എഴുതണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വൈ നോട്ട്, a man, I tell you, he is something great. കാരണം എൻ്റെ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും തേർഡ് ഇയറിലെയും കപ്പാസിറ്റി എന്താണെന്ന് ഈ ശൈലേഷ് പട്ടേലിക്ക് നന്നായിട്ട് അറിയാം, രജിസ്ട്രാറിന് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ടോട്ടൽ 1400 പിള്ളേർ ഏകദേശം ഉണ്ട്. ഒരു സെമിനാറിലെ 700-800 പേരുണ്ട്. അങ്ങനെ 2 സെമിനാറാണ് ഓരോ വർഷം അവിടെ നടക്കുന്നത്. അപ്പൊ ഈ 2 സെമിനാറിലെ എല്ലാവരുടെയും പേര് മനപ്പാടം അറിയുന്ന, എല്ലാവരുടെയും ക്യാരക്ടർ അറിയുന്ന, സാഹചര്യം അറിയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം, ഈ ശൈലേഷ് പട്ടേലിയ. അദ്ദേഹം പറയുകയാണ്, എ മാൻ, ഐ ടെൽ യു, ഹി ഈസ് സംതിങ് ഗ്രേറ്റ്. അദ്ദേഹം സോളമൻ അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എൻ്റെ എഴുതി വെച്ചേച്ച് പുറത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ നിന്നെ കുറിച്ച് ശൈലേഷ് പട്ടേലിയെ പറഞ്ഞു. അത് എനിക്ക് വലിയൊരു സന്തോഷം തന്ന ഒരു നിമിഷം. അപ്പൊ അങ്ങനെ ഞാൻ ഈ OM-ലെ സൗത്ത് ഇന്ത്യയിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഞാൻ ഇംഗ്ലീഷ് ചർച്ചിന്റെ പാസ്റ്ററാണ്, ഇംഗ്ലീഷ് ചർച്ച് തുടങ്ങണം. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ സാംസം ഭയ്യ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നീ പൊക്കോ, പൂനെക്ക് പൊക്കോ, കുറച്ച് ഹിന്ദിയും കൂടെ പഠിക്കാം അവിടെ, അതിനുശേഷം നിനക്ക് പൂനെയിൽ ഇംഗ്ലീഷ് ചർച്ച് തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തന്നെ കോലാപൂർ ഡിസ്ട്രിക്റ്റിലേക്കാണ് അവിടുത്തെ ടീമിൽ എന്നെ കർണാടക കോർഡിനേറ്റർ വിട്ടത്. കോലാപൂരിൽ ഇച്ചൽകറഞ്ചി എന്ന് വെച്ച ദേശത്ത് കുറെ നാൾ പഠിക്കാനും അവിടുത്തെ ലീഡർഷിപ്പിനോടുള്ള ബന്ധത്തിൽ കുറച്ച് നാൾ ഇരിക്കാൻ പറഞ്ഞു, ഒരു 6 മാസം. അതിനുശേഷമാണ് ചർച്ച് പ്ലാന്റിലേക്ക് പതുക്കെയാണ് OM-ൽ പ്രൊസീജിയർ ആകുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പഠനം കഴിഞ്ഞു, ഗ്രാജുവേറ്റ് ചെയ്ത് നല്ല നിലയിൽ പോകുന്നു, ഇനി ഇംഗ്ലീഷ് ചർച്ച് എന്നുള്ള സ്വപ്നത്തോടുകൂടെ പോകുന്ന ആ സമയത്ത്
എൻ്റെ പിതാവിന് ഞാൻ ഏക മകനാണ്. ആ സമയത്തേക്ക് എൻ്റെ നേരെ മൂത്ത പെങ്ങളെ വിവാഹം കഴിച്ചു വിട്ട് ഇളയ പെങ്ങള് അവള് TTC കഴിഞ്ഞ് അവിടെ ചെറിയ ടീച്ചറൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. ആ സമയത്ത് എൻ്റെ സെൻട്രൽ പാസ്റ്റർ എൻ്റെ പിതാവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, IPCയുടെ സെൻട്രൽ പാസ്റ്റർ, അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ അച്ഛൻ്റെ മോൻ ബൈബിൾ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമല്ലേ, അപ്പം അവൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? അപ്പൊ അവൻ ഇങ്ങനെ ഇംഗ്ലീഷ് ചർച്ചിന് വേണ്ടി പൂനെയിലേക്ക് അവനെ അങ്ങോട്ട് അയച്ചേക്കും. ഇപ്പൊ അവൻ പൂനെയിലാണ്. അദ്ദേഹം അപ്പൊ പാസ്റ്റർ പറഞ്ഞു, പൂനെയിലൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടെയൊക്കെ ആയാൽ അച്ഛൻ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മോനെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ, എന്തിനാ മോൻ അവിടെയൊക്കെ നിൽക്കുന്നേ? ഒരു കാര്യം ചെയ്യും, മോനോട് പറ ഇങ്ങോട്ട് വാ, ഇവിടെ അതിനുള്ള സൗകര്യം ചെയ്യാം. അപ്പോൾ എൻ്റെ പിതാവ് ആ സമയത്ത് പറഞ്ഞു, എന്ന് ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. കാരണം അവര് വരും കാലത്തെ കുറിച്ചൊരു നല്ല ക്ലാസ് സെൻട്രൽ പാസ്റ്റർ കൊടുത്തു. പാർട്ടിയൊക്കെ ആകുമ്പോൾ നോക്കാൻ ഒരാൾ വേണ്ടേ, അടുത്തൊരാൾ വേണ്ടേ. അപ്പൊ അങ്ങനെ ആകുമ്പം മോൻ അടുത്തുണ്ടെങ്കിൽ നല്ലതല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം പിതാവ് ഒരേ നിർബന്ധം, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എന്നെ സമ്മർദ്ദം നടത്തിയപ്പം ഞാൻ അവിടെ റിസൈൻ ലെറ്റർ കൊടുത്തു, OML റിസൈൻ ലെറ്റർ കൊടുത്തു. നേരെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം അടുത്ത അവരുടെ ഡിമാൻഡ് വിവാഹം കഴിക്കണം സുവിശേഷ വേല ചെയ്യുമ്പം. അങ്ങനെ അപ്പം അന്ന് പുതിയ വേറൊരു പാസ്റ്ററാണ് നമ്മുടെ എൻ്റെ മാതൃ ചർച്ചിനകത്തുള്ളത്. മാതൃ ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞു, നമുക്ക് ഒരു പെണ്ണ് നോക്കാം, കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുവായിരിക്കുന്ന ഒരു വൈഫിന്റെ അമ്മയുടെ അനിയത്തിയുടെ മകളെ പോയി പെണ്ണ് കണ്ടു. അങ്ങനെ ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞതോടെ അത് ഫിക്സായി. അടുത്ത പിറ്റേ മാസം വിവാഹം നിശ്ചയിച്ചു. അതനുസരിച്ച് വിവാഹം നടക്കുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ ദൂരത്തിലാണ് ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെയാണ് എനിക്ക് മിനിസ്ട്രി ഉള്ള ബന്ധത്തിൽ അവരെന്നെ അപ്പോയിന്റ് ചെയ്ത് ഞാൻ ഇവിടെ ഒരു വീടൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വിവാഹത്തിന് മുമ്പേ അങ്ങനെ ഇവിടെ വീട് കണ്ടടിച്ചു, വിവാഹം നടത്തി. അത് 9-ാം മാസം 2005 9-ാം മാസം വിവാഹം നടത്തി. ശനിയാഴ്ച വിവാഹം നടത്തി. ഞായറാഴ്ച സെന്റർ എല്ലാവരും കൂടെ ഞാൻ വാടകയ്ക്കെടുത്ത വീട്ടിൽ എന്നെ അപ്പോയിന്റ് ചെയ്തു. ആ വിവാഹത്തിന് അന്ന് വന്ന് അവരെല്ലാവരും സെന്ററിലെ എല്ലാ പാസ്റ്റർമാരും വന്ന് അവിടെ വെച്ച് എനിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ച് അവിടെ ആലത്തൂരിലെ സുവിശേഷനാക്കി. ഇത് ടൗണിനകത്താണ്. ആലത്തൂർ ഒരു കൊച്ചു ഇതൊരു ബ്ലോക്ക് പഞ്ചായത്താണ്, അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. അപ്പൊ പ്രാർത്ഥിച്ച് എല്ലാവരും പോയി. ആ കൂട്ടത്തിൽ തന്നെ ഞാനും വൈഫും കൂടെ, കാരണം ഞാൻ ശനിയാഴ്ച വിവാഹം കഴിഞ്ഞുള്ളൂ, ഒരാഴ്ചയും കൂടെ അവരോട് പറഞ്ഞ് ഞങ്ങൾ വിരുന്ന് പോകാൻ വേണ്ടിയാണ് ഒരാഴ്ചയോടെ വിരുന്ന് പോയി. അത് കഴിഞ്ഞ് പിറ്റേ സൺഡേ എൻ്റെ മാതൃ ചർച്ചിലെ പാസ്റ്റർ സഭക്കാരെല്ലാവരും കൂടെ അടുത്ത അപ്പോയിന്റ്മെന്റ് ആയിട്ട് അവർ സഭയായി വന്ന് ഇവിടെ വന്ന് എന്നെ താമസിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവിടെ തുടർന്ന് പ്രവർത്തനം തുടങ്ങാനിടയായി തീർന്നു. ആലത്തൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്തിരി പേര് വന്ന് 70കളിൽ പ്രവർത്തനം തുടങ്ങിയത്. പക്ഷെ ഒരു ചർച്ചില്ല, ഈ പഞ്ചായത്തിൽ ഒരു ചർച്ചില്ല. ഒരു ചർച്ചുണ്ട്, ഒരു ഉൾപ്രദേശത്താണ്. ആ ചർച്ച് കുറച്ച് കുടിയേറ്റക്കാരായിരിക്കുന്ന കുറച്ച് പേർ, കോട്ടയംകാരായിരിക്കുന്ന നമ്മുടെ ബാബുച്ചെറിയാൻ പാസ്റ്ററുടെ, അറിയപ്പെടുന്ന ഒരു ദേവാസന ബാബുച്ചെറിയാൻ പാസ്റ്ററുടെ കുടുംബക്കാരാണ് ആ ചർച്ചിനകത്ത്. അല്ല, അവർ ആ കുടുംബ ചർച്ചായിട്ട് അവരങ്ങനെ അങ്ങ് പോവുകയാണ്. IPCയുടെ വേറൊരു സെന്ററിന്റെ, വടക്കഞ്ചേരി സെന്ററിന്റെ ഒരു ബ്രാഞ്ച് ചർച്ചായിട്ട്. അതല്ലാതെ ഇവിടെ ഒരു പെന്തക്കോസ്റ്റ് ചർച്ച് ഈ പഞ്ചായത്തിലില്ല. ഇതിന്റെ അടുത്ത 2 പഞ്ചായത്തുകളിലും ആ കാലഘട്ടത്തിൽ പെന്തക്കോസ്റ്റ് ചർച്ച് ഇല്ല. അപ്പൊ അതാണ് ഇവിടെ ആലത്തൂരിന്റെ. കേരളത്തിൽ എല്ലാവരുടെയും സഭയുണ്ടെങ്കിൽ പാലക്കാടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയ അവസ്ഥയിലാണ്. ആ സാഹചര്യത്തിൽ ഞാനും വൈഫും കൂടെ ഇവിടെ പ്രവർത്തനം തുടങ്ങി. സന്തോഷമായിട്ട് പോകുന്ന ഒരു സമയം. സന്തോഷമായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും. ഞായറാഴ്ചയൊക്കെ എന്ന് പറഞ്ഞാൽ 10 മണിക്ക് ആരാധന തുടങ്ങി 11:30 ആകുമ്പോഴത്തേക്കും ആരാധന കഴിയും. കാരണം ഞാനും വൈഫും പാട്ടുപാടി പ്രാർത്ഥിച്ചു ആരാധിച്ചു കഴിഞ്ഞാൽ സങ്കീർത്തനം വായിച്ചു. പിന്നെ ആ പ്രബോധിപ്പിക്കാനുള്ളത്, പ്രസംഗിക്കാനുള്ളത് ആകെപ്പാടെ ഭാര്യയോടാണ്. ഭാര്യയോട് എത്ര നേരം പ്രസംഗിക്കും. അപ്പം കുറച്ചു നേരം പിന്നെ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. ആരാധന അതോടുകൂടെ ആരാധന തീരും. 10 മണിക്ക് ആരാധന തുടങ്ങും, 11:30 ആകുമ്പോഴത്തേക്കും ആരാധന തീരും. അങ്ങനെ ഏതാണ്ട് 1 വർഷത്തോളം മുമ്പോട്ട് പോയ സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയും കാണുന്നില്ല. കാരണം നമ്മൾ രാവിലെ ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകും, വൈകുന്നേരം സുവിശേഷ വേല, ഒരു പ്രതീക്ഷയും കാണുന്നില്ല. അതിന്റെ ആരംഭ സമയങ്ങൾ തന്നെ ഞങ്ങൾ ഉപവാസവും പ്രാർത്ഥനയാണ് നടക്കുന്നത്. ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയുടെ തൂക്കം എന്ന് പറയുന്നത് വെറും 49 കിലോയാണ്. അപ്പൊ ഞാൻ വിവാഹം കഴിഞ്ഞ് ആദ്യം ഇവിടെ വരുന്നത് പ്രത്യേക ഒരു സാഹചര്യമുണ്ട്. നമ്മൾ പറഞ്ഞു വിവാഹം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് ഒരാഴ്ച നമുക്ക് ഉപവാസം എടുക്കാം, ഞാൻ ഉപവസിക്കാം, നീ പ്രാർത്ഥിച്ചാൽ മതി. കാരണം ആളാകപ്പാടെ വളരെ മെലിഞ്ഞ ഒരു അന്തരീക്ഷമുള്ള ആളാണ്, നീ ഉപവസിക്കണ്ട, ഞാൻ പ്രാർത്ഥന. ഇപ്പം വൈഫിന് ഒരു മോശക്കേട്,
ഞാൻ ഉപവസിക്കുമ്പോ ഭാര്യ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? അവള് പറഞ്ഞു ഇല്ല ഞാൻ ഉപവസിക്കാന്ന് പറഞ്ഞു. അന്ന് വരെ അവൾ ഉപവാസം എന്താണെന്ന് അറിയത്തില്ല. അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബാപ്റ്റിസ്റ്റ് പശ്ചാത്തലമാണ്. അപ്പൊ അവിടെ ഉപവാസവും പ്രാർത്ഥനയൊന്നുമില്ല. ഉപവാസവും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവൾക്കറിയാവുന്നത് ഭക്ഷണം കഴിച്ചിട്ട് വന്നുള്ള ഉപവാസ പ്രാർത്ഥനയാണ്. അല്ലാതെ ഉപവാസ പ്രാർത്ഥന ഉച്ചവരെ, ഏറ്റവും കൂടി ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഉച്ചവരെ. അപ്പൊ 7 ദിവസം ഉപവാസം. പക്ഷേ ഞാൻ ഉപവസിക്കുമ്പോൾ ഭാര്യ കുറയാൻ പാടില്ലല്ലോ, അവള് ഉപവസിച്ചു. രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ആൾ അവശയായി. മൂന്നാമത്തെ ദിവസം തല കറങ്ങുന്നു എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ആള് താഴെ പോയി. കുറച്ചു നേരത്തേക്ക് പിന്നെ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഞാൻ വെള്ളമൊക്കെ തളിച്ചു. ഞാൻ പറഞ്ഞു നീ ഉപവസിക്കേണ്ട, ഭക്ഷണം കഴിച്ചോ, ഞാൻ വേണേ വെച്ച് തരാം. അവള് പറഞ്ഞു ഒറ്റ തീരുമാനം, ഞാൻ ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു. ഇനി ഉപവസിച്ച് ആരും മരിച്ചുപോയതായിട്ട് എവിടെയും കേട്ടിട്ടില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാനും ഉപവസിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും വെള്ളം കുടിച്ച് 7 ദിവസം എൻ്റെ കൂടെ ഭാര്യ ഉപവസിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ മിനിസ്ട്രി തുടങ്ങുന്നത്. പിന്നെ എത്ര 21-7 ഉപവസിച്ചു എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഭാര്യ അധികമൊന്നും എടുത്തില്ലെങ്കിലും അവളും 3, 4, 7 ദിവസം വരെയൊക്കെ അവളും പല പ്രാവശ്യം ഉപവസിച്ചു. പിന്നെ ഒരു നേരം കഴിച്ച് 21 ഉപവസിച്ചു. പക്ഷെ ഞാൻ ഫുൾ ടൈം ഒരു വർഷം തന്നെ പല പ്രാവശ്യം 21 ഇരിക്കാൻ കർത്താവ് സഹായിച്ചു. ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു റിസൾട്ടും കാണാതെ വന്നപ്പോൾ സെൻട്രൽ സെക്രട്ടറി പറഞ്ഞു നമ്മൾ ഈ പൈസയൊക്കെ ചെലവാക്കുന്നത് അന്ന് എനിക്ക് തരുന്നത് 2250 രൂപ സപ്പോർട്ട് ചെയ്യും. അത് അന്നേരത്തെ സാഹചര്യത്തിൽ അത്രയൊക്കെ സെൻറ്റർ ചെയ്യുള്ളൂ. അതിൽ 1250 രൂപ വാടക പോവും. പിന്നെയുള്ള പൈസയിനകത്ത് കറണ്ട് ബില്ലും ഒക്കെ കഴിഞ്ഞ് 750 രൂപ. ഞാൻ എൻ്റെ ഭാര്യ ഇന്ന് വരെ അവളുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാനും എൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല, ഞങ്ങൾ അല്ലെങ്കിൽ കഷ്ടത്തിലാന്ന് പറയാറില്ല. റേഷനരി കഴിച്ച് ഇവളുടെ വൈഫിന്റെ വീട്ടിൽ ചെന്നാൽ എൻ്റെ വീട്ടിലായാലും റേഷനരി ഉള്ളപ്പോൾ വേണേ കൊണ്ടുപോകണമെന്ന് ചോദിക്കും. അത് നമ്മൾ എടുത്തുകൊണ്ട് വരും. അല്ലാതെ നമ്മളിവിടെ റേഷനരി ഒക്കെ മേടിച്ച് ചമ്മന്തി ആണെങ്കിൽ ചമ്മന്തി അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ആ കാലഘട്ടത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളുണ്ട്, ആലിസ് ടീച്ചർ എന്ന് പറയും. ടീച്ചർ വടക്കഞ്ചേരി സഭയിലെ മെമ്പറാണ്. നമ്മുടെ ചർച്ച് വരാറൊന്നുമില്ല, എങ്കിലും വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ പഞ്ചായത്തിൽ ആകെപ്പാടെ വിസിറ്റ് ചെയ്യാനുള്ള ആളുള്ളത് ഈ ആലിസ് ടീച്ചർ. അപ്പൊ മാസത്തിലൊരിക്കൽ ഞാനും എൻ്റെ വൈഫും ടീച്ചറെ കാണാൻ പോകും. ടീച്ചറെ കാണാൻ പോകുമ്പോൾ അന്ന് ടീച്ചർ ഞങ്ങൾക്ക് നല്ല ഒരു പാൽ ചായ തരും. അതാണ് ഞങ്ങളുടെ ഒരു മാസത്തെ, ഞങ്ങളുടെ വീട്ടിൽ പോകാത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന പാൽ ചായ. അന്ന് സൺഫീസ്റ്റ് ബിസ്ക്കറ്റോ മറ്റ് മിക്സറോ കാര്യങ്ങളൊക്കെ ടീച്ചർ തരുമ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു മാസത്തെ സ്നാക്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഒരു വർഷം കഴിഞ്ഞു. ആ സമയം 1.5 വർഷത്തോട് അടുക്കുന്ന സമയത്ത് കുറച്ചു പേർ കർത്താവിന്റെ സരിയിലേക്ക് വരുവാനിടയായിച്ചിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് എൻ്റെ സെൻട്രൽ പാസ്റ്റർക്ക് എന്നോട് വല്ലാത്തൊരു സ്നേഹമായിരുന്നു. കാരണം നീണ്ട വർഷങ്ങൾ പ്രവർത്തിച്ചിട്ട് ഒരു റിസൾട്ടും ഇല്ലാത്തടത്ത് എൽദോസ് പ്രവർത്തിക്കുന്നു. ഞാൻ രാവിലെ പ്രവർത്തനത്തിന് പോവും, ഉച്ചയ്ക്ക് വരും, ഒന്ന് മയങ്ങി പ്രാർത്ഥന തുടങ്ങും. 4 മണിയാകുമ്പോൾ പിന്നെയും ട്രാക്ട് എടുക്കും, പിന്നെയും പ്രവർത്തനവും. കാര്യം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വങ്ങളൊന്നുമില്ലല്ലോ. രാവിലെയും വൈകുന്നേരവും സുവിശേഷം വലിക്കും. അങ്ങനെ പഞ്ചായത്തിൽ എൻ്റെ കാല് ചവിട്ടാത്ത വീട് കുറവാണ്. അങ്ങനെ 1.5 വർഷം ആകുമ്പോഴത്തേക്കും കുറച്ച് പേര് വിശ്വാസത്തിൽ വന്നു. രണ്ടാമത്തെ വർഷവും കുറച്ച് പേര് വിശ്വാസത്തിൽ വന്നു. 3-ാമത്തെ വർഷം ആയപ്പോഴത്തേക്കും നമുക്ക് 10-20 പേര് ആരാധനയ്ക്കായി. അങ്ങനെ എല്ലാവരും ഹിന്ദുക്കൾ. ഭയങ്കര സന്തോഷമായിരുന്നു. സെന്ററിനകത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് പോകുന്നു. ഞങ്ങളുടെ കാര്യങ്ങളിലും പതുക്കെ ഈ വിശ്വാസികളും ഒക്കെ വന്നുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തപ്പോൾ അല്പം ആശ്വാസവും കാര്യമൊക്കെ ആയിട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ്. ആ ഇടയിൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തത് എൻ്റെ കൊച്ചു, അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു കൊച്ചുണ്ടായി. മോൻ 1-2 വർഷം ആകുന്നതിന് മുമ്പ് ഒരു മോനുണ്ടായി, ക്രിസ്റ്റി. അപ്പം എൻ്റെ വൈഫ്, ഞാൻ പറഞ്ഞല്ലോ ദാരിദ്ര്യം എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞൊരു സമയമാണ്. ഒരു ഗ്ലാസ് പാൽ ചായ ഞങ്ങളുടെ ഈ കാലഘട്ടത്തിലൊന്നും ഈ 1, 2, 2.5, 3 വർഷം ഞങ്ങൾക്ക് മേടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാലും മേടിക്കാനുള്ള നിവൃത്തിയില്ല. എൻ്റെ ഭാര്യ പ്രഗ്നന്റ് കാലഘട്ടത്തിൽ മുഴുവൻ അവൾക്ക് കട്ടൻ ചായയെ കുടിച്ചിട്ടുള്ളൂ. കുഞ്ഞ് ജനിച്ചു, കുഞ്ഞിന് ഒരു ഗ്ലാസ് പാല് മേടിച്ചു കൊടുക്കാൻ, പാൽ ചായ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പാൽക്കുപ്പിക്കകത്ത് കട്ടൻ ചായ ഒഴിച്ച് പഞ്ചസാര ഇട്ട് അതാണ് കൊച്ചു കരയുമ്പോൾ കൊടുക്കുന്നത്. അവന്റെ ഏറ്റവും വലിയ സ്നാക്സ് എന്ന് പറയുന്നത് തേങ്ങ ചിരണ്ടുമ്പോൾ മുട്ട കുത്തി ഓടി വരും. എവിടെയാണെങ്കിലും തേങ്ങ ചിരണ്ടേണ്ട സമയം ശബ്ദം കേട്ടാൽ അവൻ എവിടെ നിന്നും ഉറക്കത്തിൽ നിന്നാണേലും ചാടി എഴുന്നേറ്റ് ഓടി വന്നിട്ട് കൈ നീട്ടും. എന്നിട്ട് ആ കൈ നീട്ടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന തേങ്ങയാണ് അവന്റെ സ്നാക്സ്. അതല്ലാതെ അവനൊരു സ്നാക്സ് ഇല്ല. എനിക്ക് അന്ന് മറക്കാൻ പറ്റാത്ത ഒരാളാണ് പാസ്റ്റർ ബെന്നി അത്താണി. അദ്ദേഹം എൻ്റെ മാതൃ ചർച്ചില്
ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നപ്പം ബെന്നി അത്താണി എൻ്റെ സീനിയറായിട്ട് മിസ്ബ ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്. അപ്പം അദ്ദേഹം വന്നപ്പം അദ്ദേഹമാണെന്ന് എൻ്റെ അന്നത്തെ ലോക്കൽ ചർച്ച് പാസ്റ്റർ പറഞ്ഞു. അപ്പം ഞാൻ ആ മീറ്റിങ്ങിന് പോയപ്പം അന്ന് മൂന്നാമത്തെ ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എൻ്റെ വീട്ടിൽ വെച്ചാണ് നൈറ്റ്. അപ്പം അന്ന് ബെന്നി പാസ്റ്റർ ആണ് ശുശ്രൂഷ കഴിഞ്ഞു. അപ്പം എന്നെ കുറിച്ച് കേട്ടപ്പം അദ്ദേഹം പറഞ്ഞു, നാളെ അദ്ദേഹത്തിന് അന്ന് പൊതുശുശ്രൂഷ, നാളെ ഞാൻ നിന്റെ ചർച്ചിൽ ആരാധന കൂടുന്നു. അദ്ദേഹം ആരാധന കൂടുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞു. അന്ന് രാത്രി ഞാൻ തിരിച്ചു വരുമ്പം അദ്ദേഹം എൻ്റെ കൂടെ ഈ വീട്ടിലേക്ക് പോന്നു. ബൈക്കിനകത്ത് അദ്ദേഹവും കൂടെ പോകും. അന്ന് അദ്ദേഹം എൻ്റെ കൂടെ ഒരു രാത്രി താമസിച്ചു. പിറ്റേ ദിവസം ആരാധന കൂടി അന്ന് ചെറിയ ഒന്ന് രണ്ട് കുടുംബമേ ഉള്ളൂ ആരാധനയ്ക്ക്. ആരാധന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ജീവിത സാഹചര്യം മനസ്സിലായി. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ എടാ നീ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? ഞാൻ പറഞ്ഞു, എല്ലാം സന്തോഷമായിട്ട് പോകുന്നു. നിന്റെ കൊച്ച് എന്തൊക്കെയാ കഴിക്കുന്നത്? ബിസ്ക്കറ്റ് കഴിക്കും. ഞാൻ പറഞ്ഞു, കൊച്ച് എല്ലാം കഴിക്കും, അവനങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, ചില കൊച്ചുങ്ങൾ ബിസ്ക്കറ്റ് കഴിക്കുകയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ബായ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ അന്ന് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഏതാണ്ട് 500 രൂപ ചർച്ചിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന് ശുശ്രൂഷിച്ചതിന് കൊടുത്തേക്കുന്നത്. 2007 കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ആ ഫുൾ പൈസയ്ക്കും ഒരു രൂപ പോലും മെച്ചം പിടിക്കാതെ ബേക്കറിയിലെ സകല കൊച്ചുങ്ങൾക്ക് വേണ്ടുന്ന ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഹോർലിക്സ് എല്ലാ സാധനവും എനിക്ക് മേടിച്ചു വലിയൊരു സഞ്ചി എനിക്ക് കൊണ്ട് തന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസം. കാരണം എൻ്റെ കുഞ്ഞിന് എനിക്കൊരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എൻ്റെ കുഞ്ഞിന് വേണ്ട സകല സാധനം 1-2 മാസത്തേക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു തന്നു. അന്ന് ഞാൻ പൊട്ടി ഒത്തിരി കരഞ്ഞ ഒരു ദിവസമാണ്. ദൈവം എന്നെ കരുതുന്നല്ലോ എന്ന് പറയുന്ന ഒരു ദിവസമായിരുന്നു ആ ദിവസം. അങ്ങനെ വളരെ സന്തോഷം നിറഞ്ഞ് ആ ദിവസം അങ്ങനെ പോകുവാനിടയായിരുന്നു. ഏറ്റവും നന്നായിട്ട് ഞാൻ സന്തോഷിച്ച, കൊച്ചിനോടുള്ള ബന്ധത്തിൽ സന്തോഷിച്ച ഒരു ദിവസം ഈ ബെന്നി പാസ്റ്റർ, അത്താണി ബെന്നി പാസ്റ്റർ, അദ്ദേഹം എൻ്റെ കൊച്ചിന് വേണ്ടി ചെയ്തതാണ്. അതാണ് എൻ്റെ കൊച്ചി, എനിക്ക് തോന്നുന്നു, ഒരു 2 വയസ്സ് വരെ ഏറ്റവും കൂടുതൽ സ്നാക്സ് ആ സമയത്താണ്. പിന്നീട് ഗ്രാജുവലി കർത്താവിന്റെ സ്ഥിതികളെല്ലാം മാറി മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ സെൻട്രൽ പാസ്റ്റർക്ക് ഞാൻ പറഞ്ഞല്ലോ എന്നോട് വളരെ സ്നേഹമാണ്. എനിക്ക് പ്രത്യേകിച്ച് സെന്ററിനകത്ത് ഞാൻ സെന്ററിന്റെ PIPയുടെ എല്ലാ ചുമതലകളും വഹിച്ചു. സോണിൽ എല്ലാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് സന്തോഷമായിട്ട് പോകുമ്പോൾ ആരൊക്കെയോ പിന്നീട് ഞാൻ അറിഞ്ഞത് എനിക്കെതിരെ ചെയ്തു, എനിക്കെതിരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പം 4ാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും എനിക്ക് ഉള്ളിനകത്ത്, പുറത്ത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അല്പമല്ലാത്തൊരു അസ്വസ്ഥത എനിക്ക് സെന്ററിനകത്തുണ്ടായി. അതേസമയം ചർച്ച് ഓഫ് ഗോഡ് നിലമ്പൂരിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ വർഗീസ് എന്ന് പറയും. അദ്ദേഹം ഇപ്പൊ പാലക്കാടിന്റെ ചർച്ച് ഓഫ് ഗോഡിന്റെ സെൻട്രൽ പാസ്റ്റർ ആണെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം ഇപ്പം കോട്ടയത്തോ ആ ഭാഗത്തെങ്ങാണ്ട് പാസ്റ്ററാണ്. അദ്ദേഹം നല്ലൊരു പ്രവാചകനാണ്. ഇപ്പം എൻ്റെ ചർച്ചിന്റെ പാലത്തൂരിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ പഴമ്പാലക്കോട് എന്ന് പറയുന്ന അടുത്ത IPC ചർച്ചിലെ പാസ്റ്റർ ഷിബു, അദ്ദേഹം നിലമ്പൂരുകാരനാണ്. അദ്ദേഹവും ഞങ്ങളും ഒന്നിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു പ്രവാചകനെ വിളിക്കാം. നിലമ്പൂര് വർഗീസ് പാസ്റ്റർ എന്ന് പറഞ്ഞു നല്ലൊരു പ്രവാചകനാണ്, ചർച്ചക്കോടുകാരനാണ്. അദ്ദേഹത്തെ എനിക്ക് ഒറ്റയ്ക്ക് വിളിക്കാൻ പറ്റത്തില്ല, അപ്പൊ നമുക്ക് 2 പേർ കൂടെ ഷെയർ ചെയ്ത് ഈ പാസ്റ്ററെ നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ ഈ ഷിബു പാസ്റ്റർ, നിലമ്പൂരുകാരനായ ഷിബു പാസ്റ്റർ, ഇപ്പോൾ അദ്ദേഹം എൻ്റെ അറിവ് തിരുവനന്തപുരത്ത് സെറ്റിൽഡ് ആണ്. ഇദ്ദേഹവും വിളിച്ചു. ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ചർച്ചിലും അടുത്ത ദിവസം എൻ്റെ ചർച്ചിലും അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുക്കൽ പാസ്റ്റർ ഒരു ദിവസം താമസിക്കുകയാണ്. ഇപ്പൊ രാവിലെ ശുശ്രൂഷ കഴിഞ്ഞു. അന്ന് ഏകദേശം നമുക്ക് 10-20 പേര് ആ സമയമായപ്പോഴത്തേക്ക് 2004 ആയപ്പോഴത്തേക്കുണ്ട് ആരംഭ സമയങ്ങളിൽ. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പാസ്റ്റർ ഒരു ദൂത് പറയാം, ഈ ദൂത് പാസ്റ്റർ ഹൃദയത്തിനകത്തിരുന്നോണം. പാസ്റ്റർ ദൈവമാണ് ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നീ ആലത്തൂര് വിട്ടുപോയാൽ നിന്റെ ശുശ്രൂഷ കഴിഞ്ഞു, അതോടുകൂടെ നീ ശുശ്രൂഷയിൽ അവസാനിച്ചു. നിന്നെ ആലത്തൂരാണ് നിന്നെ ദൈവം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആലത്തൂർ ദൈവാസനെ പോകരുത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കണം, നിന്നെ ആലത്തൂരിന്ന് നിങ്ങളുടെ പ്രസ്ഥാനം നിങ്ങളെ പുറത്താക്കും എന്ന് പറഞ്ഞു. 2009 കുഴപ്പമില്ലാതെ പോകുന്നു. 5 ഞാൻ അവിടെ വരുന്ന സെന്ററിൽ. അപ്പോൾ 2009 ഈ സംഭവം. ഇപ്പൊ 2009 വലിയ കുഴപ്പമൊന്നുമില്ല ആരംഭത്തിൽ. ഈ 2009 സമയം അവസാനമായപ്പോഴത്തേക്കും സാധാരണ ട്രാൻസ്ഫറിന്റെ നോട്ടീസൊക്കെ വായിച്ചു പോയി. 2010 ട്രാൻസ്ഫറിന്റെ 2009 അവസാനമാണല്ലോ വരുന്നത്. ഈ സമയത്ത് ചർച്ചിനകത്ത് നോട്ടീസ് വായിച്ചു, ആർക്കും മാറണ്ട. ആ സമയത്ത്
സ്ഥലം വിറ്റു വന്ന ഒരു ഫാമിലി മാത്രമുണ്ട് നമ്മുടെ ചർച്ചിൽ വേറെ പഴയ വിശ്വാസിയായിട്ട്. അപ്പം ആ വിശ്വാസി പറഞ്ഞു സെൻട്രൽ പാസ്റ്റർ എന്താണോ പറയുന്നത് അതുപോലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 2009 ഈ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പേപ്പറൊക്കെ തിരിച്ചു വിട്ടു. പക്ഷെ അടുത്ത ദിവസം സെൻട്രൽ കമ്മിറ്റിയിൽ എന്റെ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാൽ ഈ വർഷം എൽദോ പാസ്റ്റർക്ക് ട്രാൻസ്ഫർ ഉണ്ട്, പാസ്റ്റർ എവിടെ പറയുന്നു അവിടെ പാസ്റ്റർക്ക് മാറ്റം തരാം. പിന്നെ പാസ്റ്റർക്ക് ഒരു പ്രത്യേക അഭിഷേകം ഉള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. അത് പുതിയ സ്ഥലത്ത് വേലയെടുക്കുകയാണെങ്കിൽ പാസ്റ്റർ വിജയിക്കും, കാരണം അങ്ങനെ ഒരു അഭിഷേകം പാസ്റ്റർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ ഏകദേശം ആ സമയമായപ്പോഴത്തേക്കും 2010 ആകുമ്പോഴത്തേക്കും ഈ 9ന്റെ അവസാനം വന്നപ്പോൾ ഏകദേശം 10-30 ഹിന്ദുക്കൾ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞ വൈസ് പാസ്റ്ററോട് എന്നോട് പറഞ്ഞ ആലോചന എൻ്റെ ഹൃദയത്തിനകത്ത് അങ്ങനെയേ ഉണ്ട്, ഇപ്പം മാറുമെന്ന് പറഞ്ഞു. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, സ്നേഹത്തോടെ പറഞ്ഞു, പാസ്റ്റർക്ക് എവിടേക്കാണോ മാറ്റം തരാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് മാറ്റിക്കോളാൻ പറഞ്ഞു. ഞാൻ അടുത്ത ഒരു 21 ദിവസം ഉപവാസവും പ്രാർത്ഥനയാണ്. കർത്താവെ, നീ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും, നിന്നെ ഇവിടെ നിന്ന് മാറ്റും, പക്ഷെ നീ ആലത്തൂരിൽ നിന്ന് പോകരുത്. ഞാൻ പട്ടിണി ഇഷ്ടം പോലെ കിടന്നിട്ടുണ്ട്, ദാരിദ്ര്യം എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്, ഇനിയും പട്ടിണി കിടക്കുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷേ ഞാൻ മാറുകയാണെങ്കിൽ എനിക്ക് വാടക കൊടുക്കാൻ യാതൊരു നിവർത്തിയുമില്ല. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പ് ദൈവം തരണം, മാസാവസാനമാകുമ്പോൾ വാടകയില്ല കെട്ടിട ഒഴിയെന്ന് പറയാതിരിക്കാൻ എനിക്ക് വാടക തരണം. അങ്ങനെ 21 ദിവസവും ഞാൻ ഫുൾ ഉപവാസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 19ാമത്തെ ദിവസം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ചർച്ചിലെ 2 വിശ്വാസി കുഞ്ഞുങ്ങളെ ഞാൻ നേഴ്സിങ്ങിന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ചർച്ചിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വന്ന് 10-30 പേരുണ്ടെങ്കിലും എല്ലാവരും ജീവിക്കാൻ നിർവാഹമില്ലാത്ത ആളുകളാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവരും അറിവില്ലാത്തവരും അതുപോലെ തന്നെ സ്വയം പ്രാപ്തരായ ആരും ആ സമയത്ത് നമ്മുടെ ചർച്ചിനകത്ത് ഉണ്ടായിരുന്നില്ല. ഈ +2 2 പിള്ളേർ, ഒരാള് 10ാം ക്ലാസ് തോറ്റിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സനൂപ് കഴിഞ്ഞ ദിവസം സാക്ഷി പറഞ്ഞിരുന്നു. സനൂപ്, അദ്ദേഹം അതുപോലെ തന്നെ സന്തോഷ്, ഈ 2 വ്യക്തികള് ഒരാൾ 10ാം ക്ലാസ് പാസ്സായി ജീവിക്കാൻ നിർവാഹമില്ലാത്ത നിത്യമാർഗത്തിന് വേണ്ടി പണിയെടുക്കും ജീവിക്കുന്നു, മറ്റൊരാൾ 10ാം ക്ലാസ് തോറ്റു അനുദിന ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവരെ ഞാൻ വിളിച്ചു +2 കൊണ്ട് ചേർത്തു. സനൂപിനെ ആദ്യം 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു, അതിനുശേഷം +2 ചേർത്തു. അവർ 2 പേരും പാസ്സായി. ഇപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എല്ലാവരും ചർച്ചയിൽ ഞങ്ങളുടെ ജീവിക്കാൻ നിർവാഹമില്ലാത്തവരാണല്ലോ, ഈ കുഞ്ഞുങ്ങള് 2 പേരും +2 പഠിച്ചു കഴിഞ്ഞല്ലോ, കർത്താവ് എന്തു ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു ഇവരെ നേഴ്സിങ്ങിന് വിടാൻ. അപ്പം നേഴ്സിങ്ങിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഹല്ലേലൂയ മാഗസിനകത്ത് ഒരു അഡ്വർടൈസ് കണ്ടു, ഒരു കോളേജിനെ കുറിച്ച് ബാംഗ്ലൂരിലെ. ഞാൻ സാഹചര്യം പറഞ്ഞു, ഇവർക്ക് കടപ്പാടുമില്ലാത്തവരാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഇടയിൽ പൈസയില്ല, ലോൺ ഉണ്ടായാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ, എനിക്ക് ഇവരെ നേഴ്സിംഗ് പഠിപ്പിക്കണമെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ തുനിഞ്ഞെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷേ ഞാനും ആത്മീയ വീക്ഷണത്തിലുള്ളവരെ കൂടുതൽ അതിലേക്ക് താല്പര്യപ്പെടുന്നു, അതുകൊണ്ട് സാറ് പാസ്റ്റർ ചിന്തിക്കുന്നത് പോലെ തന്നെ ലോൺ കിട്ടിയിട്ട് ഫീസ് അടച്ചാൽ മതി, ഇവരെ കുറിച്ച് യാതൊരു കാര്യവും പാസ്റ്റർ വിഷമിക്കേണ്ട, അവരെ പിള്ളേരെ പഠിക്കാൻ വിട്ടേക്കെന്ന് പറഞ്ഞു. അങ്ങനെ സിബി അലക്സാണ്ടർ സാറ് ഈ 2 പേരെയും ദത്തെടുക്കുന്നത് പോലെ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇദ്ദേഹം എൻ്റെ ഈ 19ാമത്തെ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയം അദ്ദേഹത്തിന്റെ മോൻ 1.5 വയസ്സ് 6 മാസം പ്രായമുള്ള ഈ മോൻ പോകുന്ന വഴിയിൽ അതിരാവിലെ ആയതുകൊണ്ട് അവന്റെ കാര്യങ്ങളൊക്കെ നടത്തി. അപ്പം അപ്പിയിട്ടു. ആ സമയത്ത് സിബിസാറ് നേരെ ചിന്തിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചർച്ച ഉണ്ടല്ലോ ഓൺ ദ വേയിലാണല്ലോ, ഞാൻ ടൗണിനകത്താണ്, ഹൈവേയോട് ചേർന്നാണ്, അപ്പൊ അവിടെ ചെന്ന് വൃത്തിയാക്കാം. അപ്പം നേരെ രാവിലെ ഞാൻ ഉപവസിച്ച് 19ാമത്തെ ദിവസം രാവിലെ ഈ സിബി അലക്സാണ്ടർ സാറ് ചർച്ചിലേക്ക് വന്നു, വിശേഷം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഞങ്ങൾ ഇതിൽ പോവുകയായിരുന്നു, കയറണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ മോന് രാവിലത്തെ ദിനകൃത്യങ്ങളൊക്കെ ഒന്ന് അവനവർ കാര്യങ്ങൾ ചെയ്തു, അപ്പൊ അവനൊന്ന് വൃത്തിയാക്കണം, വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു വിരോധമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം, സാറിന്റെ വൈഫ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഇത്രയും ക്ഷീണിച്ചിരിക്കുന്നു, ഇന്ന് വരെ ഞാൻ പാസ്റ്റർ ഇങ്ങനെ ക്ഷീണിതനായി കണ്ടിട്ടില്ലല്ലോ, എന്ത് പറ്റിയെന്നോ. ഞാൻ പറഞ്ഞു, ഞാൻ 21 ദിവസം ഉപവാസത്തിലാണ്,
അപ്പൊ എന്തെങ്കിലും പ്രത്യേക വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ വിഷയം എന്ന് പറയുന്നത് ആ സാഹചര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. കർത്താവ് എന്നോട് ആലോചന പറഞ്ഞു, നിന്നെ ഞാൻ ആലത്തൂർ കൊണ്ടുവന്ന് നിന്നെ ആലത്തൂർ നിർത്തും. ഇതൊക്കെ ഒരു നിമിത്തമാണ്, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു പ്രാർത്ഥന വിഷയം, എനിക്ക് പട്ടിണിയൊക്കെ കിടന്ന് നല്ല ശീലമുണ്ട്, പക്ഷേ ആ വാടകയുടെ വിഷയം ഒരു പ്രധാന വിഷയമാണ്. മാസാവസാനം നമുക്ക് വാടക കൊടുക്കാനില്ലെങ്കിൽ അവരെ ഇറക്കി വിടുമല്ലോ, അപ്പൊ പിന്നീട് ഏറ്റവും വലിയ നാണക്കേടാകുമല്ലോ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്റെ വാടകയ്ക്കുള്ള ഒരു കാര്യം നടക്കാൻ വേണ്ടി ഞാൻ ഉപസിച്ച് പ്രാർത്ഥിക്കുകയാണെന്നത്. അപ്പൊ 19ാമത്തെ ദിവസമാണ്. എന്നിട്ട് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാറേ ആരേലും ഉണ്ടെങ്കിൽ ഒരു വാക്ക് പറയണേ. കാരണം അദ്ദേഹം ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലാണല്ലോ പോകുന്നത്, അവർക്ക് ഉത്തരവാദിത്വവും കാര്യമൊക്കെ ഉണ്ടല്ലോ. വാടക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ഏകദേശം എത്ര വരും ഭാഷ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു 3500 രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആരാധന നടത്താനും ടൗണിൽ നിന്ന് മാറി ഒന്ന് താമസിക്കാനും കൂടെ 3500 രൂപ ഉണ്ടെങ്കിൽ സൗകര്യമാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്റെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര സൗകര്യമായുള്ള നിലവാരമൊന്നും അല്ല, ഇനി കർത്താവ് എന്നോട് പറഞ്ഞ് ഞാൻ ചെയ്യാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞു. അടുത്ത 21 ദിവസം ഞാൻ ഉപവസിച്ച് പൂർത്തീകരിച്ച് അടുത്ത ദിവസം ഇദ്ദേഹം എന്നെ വിളിച്ചു, പക്ഷേ ആ 3500 രൂപ ഞാൻ തരാന്ന് പറഞ്ഞു. പാസ്റ്റർ വീടെടുത്തോ കാര്യങ്ങൾ ചെയ്തോ, ആ പൈസ ഞാൻ തരാന്ന് പറഞ്ഞു. കർത്താവ് എനിക്ക് വേണ്ടി കരുതിയ വിധങ്ങളാണ്. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ഭൂമിയിലെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ ചർച്ചിനോടുള്ള ബന്ധത്തിൽ പ്രിയ സിബി അലക്സാണ്ടർ സാറാണ്. അദ്ദേഹം അന്ന് വെറും ഒരു അധ്യാപകനാണ്. ഇന്ന് അദ്ദേഹം സ്വന്തമായി ബാംഗ്ലൂർ ഒരു കോളേജ് തുടങ്ങാൻ തക്കവണ്ണം അദ്ദേഹത്തെയും ദൈവം മാനിച്ചു. ഇന്ന് സ്വന്തമായ ഒരു കോളേജിന്റെ ചെയർമാനാണ് അദ്ദേഹം. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം അദ്ദേഹം അന്ന് തൊട്ട് എന്നെ സഹായിക്കാൻ തുടങ്ങി. ഞാൻ സെൻട്രൽ സന്തോഷത്തോടെ പറഞ്ഞു, സഭയെ മുഴുവൻ ആളുകളെയും സഭയ്ക്ക് കൊടുത്തേച്ച് സെൻട്രൽ പാസ്റ്റർ ഏൽപ്പിച്ച് ഞാൻ ഒരു റിസൈൻ ലെറ്റർ കൊടുത്ത് 2010 ഫെബ്രുവരി 28-ാം തീയതി പുതിയ ഒരു പ്രവർത്തനവും തുടങ്ങാനിടയായി തീർന്നു. അങ്ങനെ പുതിയ പ്രവർത്തനം 2010 തുടങ്ങി. കാര്യങ്ങൾ കുഴപ്പമില്ല. ഫെബ്രുവരി 28-ാം തീയതി മുമ്പോട്ട് പോയി. ഞാൻ പഴയ പോലെ തന്നെ ഞാനും വൈഫും ഒരു 2 ഫാമിലി പറഞ്ഞു ഞങ്ങൾക്ക് സെന്ററിനെയോ മറ്റു കാര്യം അറിയില്ല, ഞങ്ങൾക്ക് എൽദോ പാസ്റ്റർ മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് പാസ്റ്റർ തന്നെയാണ് ഞങ്ങളുടെ എല്ലാം, അതുകൊണ്ട് ഞങ്ങൾ പാസ്റ്ററോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും സെന്ററിനോട് ചേർന്നു. കാരണം എൻ്റെ സാഹചര്യം എല്ലാവർക്കും മനസ്സിലായി. എനിക്ക് ആരുമില്ല എൻ്റെ കൂടെ, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ കയ്യിൽ സാമ്പത്തികം ഇല്ല. അതുകൊണ്ട് കുറെ പേരെ ആ സമയം ആയപ്പോഴത്തേക്കും സെന്ററിൽ ചേർന്നു. ഞാൻ ആരെയും നിർബന്ധിച്ചില്ല. അങ്ങനെ പുതിയ പ്രവർത്തനം തുടങ്ങി. 2 വർഷം കുഴപ്പമില്ലാതെ പോയി. അപ്പം കുറച്ചു പേര് കൂടെ പുതിയതായിട്ട് വിശ്വാസത്തിൽ വന്നു. ഞാൻ ചെറിയൊരു റൂമാണ് വാടകയ്ക്ക് എടുത്തത്. ഈ വാടകയ്ക്ക് എടുത്ത റൂമിനകത്ത് 10x10 വലിപ്പമുള്ള റൂമാണ് ആരാധനയ്ക്ക് എടുത്തത്. അത് ഇരുന്നല്ല ആരാധന നടത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അല്പം കൂടെ വലിയൊരു റൂം വാടകയ്ക്ക് എടുത്തു. വലിയ വ്യത്യാസമില്ലാതെ അതേ റേറ്റ് ഒക്കെ തന്നെയുള്ള ഒരു റൂം വാടകയ്ക്ക് കിട്ടി. അത് 3-ാം നിലയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് റേറ്റ് വലിയ കുഴപ്പമില്ലാതെ അതേ റേറ്റിൽ തന്നെ കിട്ടി. ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ 2 വർഷം കഴിഞ്ഞ് ആരാധന തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇവര് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നു, നന്നായി പ്രാർത്ഥിക്കുകയും നന്നായി ആരാധിക്കുകയും മനുഭാഷയിൽ ആരാധിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇവര് ഭയങ്കര പ്രശ്നക്കാരാണ്. കാരണം അതിനകത്ത് ഒത്തിരി കോംപ്ലക്സ് ആണ്, അടിയിലെല്ലാം ബാങ്ക് മറ്റ് സ്ഥാപനങ്ങളൊക്കെയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഫസ്റ്റ് ആഴ്ച തന്നെ പറഞ്ഞു, ആരാധന കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ തുടരാൻ പറ്റില്ല, കാരണം ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല, നിങ്ങൾ ഭയങ്കര ബഹളം, എൻ്റെ കെട്ടിടം ഇടിഞ്ഞു പോകും, അപ്പം നമ്മൾ ശക്തമായി ആരാധിക്കുകയും കാര്യമൊക്കെ ചെയ്ത് കെട്ടിടം ഇടിഞ്ഞു പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ മാറാം. ഞങ്ങൾ തന്ന ഡിപ്പോസിറ്റ്, അവർക്ക് 20,000 രൂപ ഡിപ്പോസിറ്റ് കൊടുത്തിട്ട് ആ ഡിപ്പോസിറ്റ് തരാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു 11 മാസത്തേക്ക് നമ്മൾ എഗ്രിമെന്റ് എഴുതിയേക്കുന്നത്, അതുകൊണ്ട് 11 മാസം കഴിഞ്ഞ് ഡിപ്പോസിറ്റ് തരുള്ളൂ, നിങ്ങൾ ഇപ്പൊ കെട്ടിടം മാറണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് സാധ്യമല്ല, നമ്മൾ എഴുതിയേക്കുന്നത് 11 മാസത്തേക്കാണല്ലോ, അങ്ങനെയാണെങ്കിൽ 11 മാസം കഴിഞ്ഞേ മാറുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും മടിച്ചില്ല. നമ്മുടെ ചർച്ചിലെ സാധനങ്ങളും ടേബിളും ചെയറും സ്റ്റൗവും കുറച്ച് പാത്രങ്ങളും എല്ലാം റോട്ടിലേക്ക് വലിച്ചു. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നേരെ നിന്നപ്പോൾ നമ്മുടെ ചർച്ചിൽ ഒരു വിശ്വാസി പറഞ്ഞു ബാ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. ഞാനും വിശ്വാസിയും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. SIയെ കണ്ടു. ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയും, അവിടെ ദൈവത്തിന്റെ ഒരു കരുതൽ. അന്ന് തിരുവനന്തപുരംകാരനായ അനിൽ എന്ന് പറഞ്ഞ സാറായിരുന്നു SI. അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അദ്ദേഹം ഞങ്ങളുടെ വിഷയം കേട്ട് പറഞ്ഞു പാസ്റ്റർ ഇത് പേടിക്കേണ്ട, ആലത്തൂരല്ലേ, ഇത് പോരാട്ടങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്, ഞാനിവിടെ SI എന്നിട്ട് പോലും എനിക്ക് പലവിധമായ ബുദ്ധിമുട്ടുണ്ട്, പലവിധമായ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നു, അതുകൊണ്ട് പാസ്റ്ററുടെ വിഷയം ഒരു വിഷയമായിട്ട് കാണണ്ട, പ്രാർത്ഥിക്ക് പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട്
അദ്ദേഹം എൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ ഫോണിൽ നിന്ന് SI നേരെ ഇദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പറഞ്ഞു, നിങ്ങൾ ആ സാധനം എടുത്ത് വലിച്ചെറിഞ്ഞത് എന്തിനാ വലിച്ചെറിഞ്ഞ്? എഗ്രിമെന്റ് അവർക്ക് 11 മാസം ഉണ്ടല്ലോ, അതുകൊണ്ട് അവരവിടെ 11 മാസം തുടരാൻ അവർക്ക് പൂർണ്ണ പിന്തുണ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടാകും. പിന്നെ അവർക്ക് അവിടെ തുടരണമെന്ന് താല്പര്യമില്ല, അവരുടെ ഡിപ്പോസിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡിപ്പോസിറ്റ് കൊടുക്കാം, ഇന്ന് തന്നെ കൊടുക്കാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, അടുത്ത ആഴ്ച തിങ്കളാഴ്ച. അപ്പൊ ഒരാഴ്ച ഗ്യാപ്പ് ഇട്ട് അദ്ദേഹം പറഞ്ഞു അടുത്ത തിങ്കളാഴ്ച ഞാൻ തരാം. അപ്പം SI അവിടെ നിന്ന് ഗർജന സ്വഭാവത്തിൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എറിഞ്ഞ സാധനം മുഴുവൻ അവിടെ എടുത്തു വെക്കുക, അടുത്ത ഞായറാഴ്ചയും അവർ ആരാധന അവിടെ നടത്തും. തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിൽ എൻ്റെ മുമ്പിൽ വെച്ച് ഈ ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുത്ത് ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സമ്മതിക്കുകയും അവിടെ അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾക്ക് പൈസ തിരിച്ചു തന്നു. SI ആ പൈസ മേടിച്ചു തന്നു. അത് അങ്ങനെ ഞങ്ങളെ പുറത്ത് തുടർന്ന് വേറൊരു കെട്ടിടം അന്വേഷിച്ചപ്പോഴത്തേക്കും ഇവിടെ നടന്ന സംഭവം ആലത്തൂർ ടൗൺ മുഴുവൻ അറിഞ്ഞു. ഞങ്ങൾക്കൊരു കെട്ടിടം എവിടെയും കിട്ടാതെയായി. ആര് ചോദിച്ചാലും പ്രാർത്ഥനയ്ക്കാന്ന് പറയുമ്പോൾ തന്നെ ആ സബ്ജക്റ്റ് അവിടെ ക്ലോസ്, അത് പറ്റുകയില്ല എന്ന്. അവിടെ പള്ളി ചർച്ച നടന്നോ എന്തോ, അവരുടെ പള്ളി ചർച്ച നടന്നോ എന്നൊന്നും അറിയില്ല. കാരണം ഈ ആലത്തൂരിന്റെ ഒരു പ്രത്യേകത, ടൗൺ മുഴുവൻ മുസ്ലിംസിന്റെയാണ്, ഗ്രാമം മുഴുവൻ ഹിന്ദുക്കളാണ്. അപ്പം അവിടെ പള്ളി ചർച്ച നടന്നോന്നറിയില്ല, ഒരൊറ്റ ആള് നമുക്ക് ബിൽഡിങ് തന്നില്ല. അങ്ങനെ നമ്മുടെ ചർച്ചിന്റെ വിശ്വാസത്തിൽ വന്ന ഒരു വിശ്വാസി കുടുംബം, അവരുടെ വീടെന്ന് പറഞ്ഞ് ടോട്ടലി ഒരു 200 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുള്ളൂ. അടുക്കളയും ഒരു ബെഡ്റൂമും ഒരു ചെറിയ ഹാള്. ചെറിയ ഹാളെന്ന് പറഞ്ഞ 1.5 പായ ഇടാനുള്ള, 6x4 1.5 പായ ഇടാനുള്ള സ്ഥലമേ അവരുടെ ഹാളിനുള്ളൂ. അപ്പം എല്ലാ വിശ്വാസികളെല്ലാവരും കൂടെ ആ വീട്ടിൽ പ്രാർത്ഥന നടത്താമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് സഹോദരിമാരെ അടുക്കളയിലിരിക്കും, കുറച്ച് സഹോദരിമാരെ ഈ പായയിലിരിക്കും, ഞാനും ഈ ഹാളിലിരിക്കും. ഒരു ടാർപ്പ വലിച്ചു കെട്ടി സഹോദരന്മാര് കസേരയിട്ട് മുറ്റത്തും ഇരിക്കും. അങ്ങനെ ഞങ്ങൾ 1 വർഷവും 2 മാസവും 14 മാസം വീട്ടിൽ ആരാധന നടത്തി മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ അപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു ആരാധനയ്ക്കുള്ള സ്ഥലം കിട്ടുമെന്ന്. ഇങ്ങനെ കിട്ടാതെയായപ്പോൾ 14 മാസം ഞങ്ങൾ അവിടെ ആരാധന നടത്തി ആ വീട്ടിനകത്ത്. ഈ ആരാധന നടക്കുന്നതിന്റെ ഇടയിൽ പലവിധമായ തെറ്റിദ്ധാരണകൾ നമ്മുടെ വിശ്വാസികൾക്ക് ലഭിച്ചു. ഇവ മുമ്പോട്ട് പോകുകയല്ല, എത്ര നാളെ ഇങ്ങനെ പോകുന്നത്, ഇത് ചർച്ച ശരിയാകത്തില്ല, പാസ്റ്ററുടെ കയ്യിൽ പൈസ ഇല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചു പേര് നമ്മുടെ ചർച്ച വിട്ട് മറ്റിതര ചർച്ചകളിലേക്ക് പോകാൻ ഇടയായിച്ചു. നമ്മുടെ പഞ്ചായത്ത് വിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ പോയി. ആ സമയത്ത് ടൗണിനകത്ത് ഒരു റൂം ഉണ്ടെന്ന് വേറൊരു ആള് ഞാനിങ്ങനെ അന്വേഷിക്കുമ്പോൾ അറിഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂം ഉണ്ടെന്ന് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു. സെക്യൂരിറ്റി പറഞ്ഞു. അപ്പൊ ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം മുതലാളിയെ വിളിക്കാന്ന് പറഞ്ഞു. നേരെ വിളിച്ചേച്ച് മുതലാളിയോട് വരാൻ പറഞ്ഞ സമയത്താണ് സാറേ എന്നൊക്കെ വിളിച്ച് കാര്യമായിട്ട് സംഭവിച്ചു. ഇത് ബസ് സ്റ്റാൻഡിനകത്താണ്. വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. വിളിച്ച വ്യക്തി ഞാൻ ചെന്നുപെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ആലത്തൂരിലെ താലൂക്ക് RSS പ്രസിഡന്റിന്റെ കെട്ടിടമാണ്. ഞാൻ ഇത് മനസ്സിലാക്കിയപ്പോ ഇവിടുത്തെ ശാസ്ത്രികൾ, പരമേശ്വര ശാസ്ത്രികൾ എന്ന അദ്ദേഹത്തിന്റെ പേര്, ഇദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ കെട്ടിടം എന്ന് പറഞ്ഞപ്പോൾ എന്റെ നെറുകന്തല തൊട്ട് പാദം വരെ തരിച്ചുപോയി. കാരണം അദ്ദേഹം അങ്ങനത്തെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, RSSന്റെ താലൂക്ക് പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞാൽ ഇവിടുത്തെ സർക്കിൾ പോലും അദ്ദേഹം പറയുന്നതനുസരിച്ച് ചലിക്കുള്ളൂ. അപ്പൊ BJPയുടെ സ്ട്രോങ് ആളാണ്. അദ്ദേഹത്തിന് സ്വന്തം അമ്പലമുണ്ട്. അടുത്ത പഞ്ചായത്ത് കാവശ്ശേരി പഞ്ചായത്ത്, പഞ്ചായത്തിലെ നല്ല ടൗൺ ഭാഗം അദ്ദേഹത്തിന്റെയാണ്. ഈ ബസ് സ്റ്റാൻഡിന്റെ പ്രധാനപ്പെട്ട ബിൽഡിംഗ് മുഴുവൻ അദ്ദേഹത്തിന്റെയാണ്. അദ്ദേഹം ആണെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിനകത്ത് ഭയങ്കര ഭയം. പക്ഷെ നമ്മൾ ഓൾറെഡി പറയുകയും ചെയ്തു അദ്ദേഹം വരാമെന്നും പറഞ്ഞു. അദ്ദേഹം വന്നപ്പം ഞാൻ നോക്കിയാൽ നമുക്ക് കണ്ടാൽ തന്നെ നമ്മുടെ സാഹചര്യത്തിൽ ഒരു ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം. കാരണം നെറ്റി മുഴുവൻ ചന്ദനം, അതിനകത്ത് വലിയ പൊട്ട്, അതിനകത്ത് ചെറിയ പൊട്ട്, കൈ മുഴുവൻ ഒത്തിരി കെട്ടുകളും. അല്ലാത്ത ഇദ്ദേഹം ഒരു അമ്പലത്തിന്റെ പൂജാരിയാണ്. അത്യാവശ്യം എല്ലാ സേവയും മന്ത്രം ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ ആണെന്ന് ആ കെട്ടിടമെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം വന്നു. ഞാൻ ധൈര്യം സംഭരിച്ച് അവിടെ നിന്നു. അദ്ദേഹം പറഞ്ഞു എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഞാൻ പാസ്റ്ററാണ്. ഓഹോ, എന്താണ് നിങ്ങളുടെ ആവശ്യം? അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ പ്രാർത്ഥന നടത്താനാണ്. അദ്ദേഹം എടുത്ത വഴി പറഞ്ഞു, നിങ്ങൾ എന്ത് നടത്തിയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് വാടക കിട്ടണം.
എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. റൂമിലേക്ക് കയറ്റി. അദ്ദേഹത്തിന്റെ ഓഫീസിനകത്ത് കയറിയപ്പോൾ തന്നെ അവിടുത്തെ പിക്ചറും അവിടുത്തെ ഭസ്മവും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ സ്മെല്ലും എല്ലാം കൂടെ കേട്ടപ്പോൾ നമ്മൾ ആകെപ്പാടെങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ ധൈര്യം സംസാരിച്ച് അവിടെ ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, 5 ലക്ഷം രൂപ ഡിപ്പോസിറ്റും 15,000 രൂപ വാടക. അപ്പം നമ്മൾ അന്ന് വരെ കൊടുത്തിരുന്ന 1,500 രൂപ വാടക. ഒരു 2,000 രൂപ കൊടുത്ത വാടക കൊടുത്താൽ കിട്ടുമെന്നുള്ള ചിന്തയിലാണ്. അപ്പൊ 14 മാസമായി നമ്മൾ ആരാധനയ്ക്ക് സ്ഥലമില്ലാതെ കഷ്ടപ്പെടുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് തെറ്റുപറ്റി, എന്താണെന്ന് ചോദിച്ചു. ഞാനൊരു 10,000 രൂപ ഡിപ്പോസിറ്റും ഒരു 1,500 രൂപ അല്ലെങ്കിൽ 2,000 രൂപ വാടകയുള്ള കെട്ടിടമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന്. ഇരുന്ന ഇരിപ്പിൽ അദ്ദേഹം അട്ടഹസിച്ച് ഒറ്റ ചിരി, ഹാ 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 എന്ന് പറഞ്ഞ്. ആ ചിരി ചെറിയ ശബ്ദമല്ലായിരുന്നു, നല്ല ശബ്ദമായിരുന്നു. ആ ശബ്ദം, അദ്ദേഹത്തിന്റെ ചിരി തന്നെ എന്നെ രണ്ടാമതും പേടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ 100 സ്ക്വയർ ഫീറ്റ് ഞാൻ ഈ ബസ് സ്റ്റാൻഡിനകത്ത് വാടകയ്ക്ക് കൊടുത്തേക്കുന്നത് ദിവസം 500 രൂപ, എന്ന് വെച്ചാൽ 5 ലക്ഷം രൂപയും ദിവസവും 500 രൂപയ്ക്കാണ് 100 സ്ക്വയർ ഫീറ്റ് കൊടുത്തത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറിലായതുകൊണ്ടാണ് ഈ 1000 സ്ക്വയർ ഫീറ്റും 15,000 രൂപയും വാടകയും 5 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ ടൗണിൽ എങ്ങനെ ഈ വിലയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ കയ്യിൽ ഉള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, വാടക കുറയ്ക്കത്തില്ല, ഒരു 3 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ആക്കി ഒരു 2 ലക്ഷം കുറച്ച് തരാം, വാടക നിങ്ങൾ പറഞ്ഞത് തന്നെ തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് തെറ്റുപറ്റി, എന്നെ കൊണ്ട് ഇത്രയും പറ്റുകയില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അടുത്ത ദിവസം വരാൻ പറഞ്ഞു. 2ാമത്തെ ദിവസം വന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് 3 ലക്ഷം രൂപ ഡിപ്പോസിറ്റും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന്റെ പകുതി മതി, ഒരു 7,500 രൂപ തരാൻ പറഞ്ഞു. ഞാൻ അപ്പോഴും പറഞ്ഞു, സാറേ എന്നെ കൊണ്ട് തരാൻ പറ്റുന്നതല്ലേ തരാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എഗ്രിമെന്റ്, ഞാൻ സാറ് പറഞ്ഞു എഴുതാൻ പറഞ്ഞു, ഞാൻ എഗ്രിമെന്റ് എഴുതി. അടുത്ത മാസം 30-ാം തീയതി ആകുമ്പോ ഞാൻ സാറിന് വാടക അത് പിന്നെ തരണ്ടേ, തന്നേ പറ്റുള്ളൂ. എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇത്ര പറ്റുകയില്ല, 2 ലക്ഷം രൂപ ആക്കി. പിന്നെ അദ്ദേഹം 7,500 ആക്കി, അതും പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിടാൻ താല്പര്യമില്ല. അദ്ദേഹം പറഞ്ഞു, അടുത്ത ദിവസം വരാം. അദ്ദേഹം വരാൻ പറഞ്ഞപ്പോൾ അതേ സമയത്ത് പിറ്റേ ദിവസം 3ാമതും ഞാൻ അവിടെ ചെന്നു. 3ാമത് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ പറയുന്നില്ല, പാസ്റ്റർക്ക് എന്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാനപ്പം പറഞ്ഞു, സാറേ ഒരു 50,000 രൂപയും ഒരു 2,000 രൂപ മാക്സിമം ഞാൻ തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു വിധത്തിൽ നടക്കാത്ത കാര്യമാണല്ലോ പാസ്റ്റർ പറയുന്നേ എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഒരു കാര്യം പറയും, എന്നെ കൊണ്ട് പറ്റുകയില്ല, എങ്കിലും ഞാൻ ഒരു 1.5 ലക്ഷം രൂപയും ഒരു 2,500 രൂപ വാടകയും തരാ എന്ന് പറഞ്ഞു. കുറെ നേരം സംസാരിച്ചതിൻ്റെ ഇടയിൽ അദ്ദേഹം അപ്പം എന്നോട് പറഞ്ഞു, എപ്പോ തരൂന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരാഴ്ച സമയം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വാടക, സിബിസാർ എനിക്ക് എല്ലാ മാസവും ഈ 3,500 രൂപ വാടക തരുമ്പം ഞാൻ കെട്ടിടത്തിന്റെ വാടക, ഈ വീട്ടിൽ ആരാധന നടന്നുകൊണ്ട് വാടക എടുക്കാതെ ആ വാടക ബാങ്കിൽ തന്നെ ഇടുകയും വീടിന്റെ വാടക കൊടുത്ത് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്. ആ പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അത് ഏതാണ്ട് അപ്പോഴത്തേക്കും 10,75,000 രൂപയായി. കുറച്ച് പൈസയും കൂടെ സമാഹരിച്ച് ഞാൻ 1.5 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു. 2,500 രൂപ വാടക എന്ന നിലയിൽ അദ്ദേഹം എന്നെ സമ്മതിച്ചു. ഞങ്ങൾ എഗ്രിമെന്റ് എഴുതി. അദ്ദേഹം എഗ്രിമെന്റ് എഴുതിയത് 1000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം നമുക്ക് ആരാധനയ്ക്ക് തരുന്നത് 1.5 വർഷത്തേക്കാണ്. ഈ 1.5 വർഷം കഴിയുമ്പോൾ വാടകയ്ക്ക് മാറ്റം വരുത്തി എഗ്രിമെന്റ് പുതുക്കി എഴുതുമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് അദ്ദേഹത്തിന്റെ അടുക്ക ചെന്ന് ചോദിച്ചു, സാറേ നമ്മുടെ എഗ്രിമെന്റ് 1.5 വർഷത്തേക്കാണ്, 1 വർഷം കഴിഞ്ഞു, ഇനി എങ്ങനെയാണ് അടുത്ത കാര്യം? അതനുസരിച്ച് വേണം എനിക്ക് മുമ്പോട്ടുള്ള കാര്യം ചിന്തിക്കാൻ. അവസാന നിമിഷമായി പറ്റത്തില്ലല്ലോ. അപ്പൊ വാടക എങ്ങനെയാണെന്ന് നോക്കി ഒന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ ഞാൻ എല്ലായിടത്തും 500 വെച്ച് മാസം കൂട്ടാറുണ്ട്, പാസ്റ്റർക്ക് ഒരു 500 രൂപ ഈ വർഷം കൂടുമെന്ന് പറഞ്ഞു. അപ്പം കൂടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഈ വണ്ടി ഓടില്ല, എന്ന് വെച്ചാൽ ഞാൻ ആ സമയമാകുമ്പോഴത്തേക്ക് മാറുന്നു. അപ്പം ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററുടെ ഒരു കാര്യം, പാസ്റ്റർ എത്ര തരുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു 100-ഓ 200-ഓ ആണെങ്കിൽ കുഴപ്പമില്ല സാറേ, നമുക്ക് എഗ്രിമെന്റ് പുതുക്കി എഴുതാം, ഇല്ലെങ്കിൽ ഞാൻ ആ സമയമാകുമ്പോഴത്തേക്ക് വേറെ അന്വേഷിച്ച് മാറാന്ന് പറഞ്ഞു. ശരി പാസ്റ്റർ, 200 എങ്കിൽ 200 എന്ന് പറഞ്ഞു. പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളിൽ അത്ഭുതം ചെയ്തു.
ആ കെട്ടിടത്തിനകത്ത് 7 വർഷം അദ്ദേഹം എൻ്റെ എഗ്രിമെന്റ് പുതുക്കിയില്ല, വാടക കൂട്ടിയില്ല. 7 വർഷം ഈ 2500 രൂപയ്ക്ക് ബസ് സ്റ്റാൻഡിനകത്ത് 1000 സ്ക്വയർ ഫീറ്റ് AC ഇട്ട് എനിക്ക് ആരാധന നടത്താൻ ഫുൾ ടൈം എനിക്ക് ആ കെട്ടിടം തരുവാനിടയായിത്തീർന്നു. കർത്താവിന്റെ അത്ഭുതം അവിടെ എനിക്ക് നടക്കുവാനിടയായിത്തീർന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം ആലത്തൂർ താലൂക്ക് പ്രസിഡന്റിന്റെ പ്രസിഡന്റ് ആണ്. ഈ ഇതിനകത്ത് തന്നെ 2000 സ്ക്വയർ ഫീറ്റ് ആണ് ഇത് മെയിൻ. ഒറ്റ സ്റ്റെയറിൽ കൂടെ കയറിയാൽ ഈ കെട്ടിടം. അപ്പം ഈ 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള 1000 സ്ക്വയർ ഫീറ്റിനകമാണ് നമുക്ക് തന്നത്. 1000 സ്ക്വയർ ഫീറ്റിന്റെ രണ്ടാമത്തെ 1000 സ്ക്വയർ ഫീറ്റില് അവിടെ ശാഖ നടക്കുന്നുണ്ട്. ഈ ശാഖ നടക്കുമ്പോൾ ഇവര് വെള്ളിയാഴ്ചയാണ് അവരുടെ ശാഖ, ഈ താലൂക്ക് ലീഡേഴ്സിന്റെ ശാഖ. ഈ ലീഡേഴ്സ് അവരുടെ ഏരിയകളിൽ പോയി ശാഖ നടത്തുക. അപ്പം ഈ ശാഖയിൽ നടത്തുന്നവർ വെള്ളിയാഴ്ച വരും, നമുക്കും വെള്ളിയാഴ്ച വൈകുന്നേരം പ്രാർത്ഥനയാണ്. അപ്പൊ അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയും മൈക്കിന്റെ സൗണ്ട് കുറയ്ക്കും, ഞാൻ മൈക്കിന്റെ സൗണ്ട് കുറയ്ക്കും, പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പറയും കുറച്ചുകൂടെ കുറയ്ക്കും. അങ്ങനെ ഇത് സംഭവിച്ചുകൊണ്ടിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പം അവരെ കാണാനില്ല. അപ്പൊ ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു, സന്തോഷം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇതേ ബിൽഡിംഗ് താഴെ ഓഫീസ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന BJP അനുഭാവിയായ ഒരു വക്കീലിന്റെ ഗുമസ്തൻ നമ്മുടെ ചർച്ചിൽ ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. അപ്പം അത് ഗുമസ്തനായിരിക്കുന്ന പയ്യൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ശാഖയില്ലാത്തതെന്ന് അറിയാവോ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. അത് നിങ്ങൾ ഇവിടെ പ്രാർത്ഥന നടത്തുമ്പോൾ അവരവിടെ ശാഖ നടത്തുമ്പോൾ അവർക്ക് ഡിസ്റ്റർബായി. അവർ എന്ന് സ്വാമിയോട് പറഞ്ഞു, ഇതിന്റെ താലൂക്ക് പ്രസിഡന്റിനോട് പറഞ്ഞു, ഈ കെട്ടിടത്തിന്റെ ഓണറോട് ഇവരുടെ പ്രാർത്ഥന ഇവിടെ നിർത്താൻ പറഞ്ഞു. അപ്പം അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, നല്ല സാമ്പത്തികമായിട്ടും എല്ലാ നിലയിലും ഉയർന്ന നിലവാരത്തിലുള്ള വ്യക്തി. അദ്ദേഹത്തിന്റെ അടുക്കൽ ഈ ലീഡേഴ്സ് എന്ന് പറയുന്ന ആരും ബ്രാഹ്മൺസ് അല്ല, അവരുടെ താഴെ നിലവാരത്തിലുള്ള അവര് പറഞ്ഞിട്ട് ബ്രാഹ്മണനായ താൻ ഇത് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ചിലാണ്. അപ്പം അദ്ദേഹം ഇവര് ഒരു കാര്യം പറഞ്ഞ് അംഗീകരിക്കുക, അങ്ങനെ അംഗീകരിക്കുന്ന അദ്ദേഹത്തിന് ഒറ്റ വാക്കേ ഉള്ളൂ. ആ വാക്ക് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഫൈനൽ. അദ്ദേഹം ആരെയും അനുസരിക്കുകയില്ല, അദ്ദേഹം പറയുന്ന എല്ലാവരും അനുസരിച്ചോണം, അദ്ദേഹത്തിന്റെ ശൈലി അതാണ്. അപ്പം നമ്മളോട് ദൈവത്തിന്റെ ഒരു ഫേവർ കൊണ്ടാണ് നമുക്ക് ഈ കെട്ടിടം കിട്ടിയത്. അപ്പം ഇവര് എല്ലാവരും ശാഖയിലെ ലീഡേഴ്സ് എല്ലാവരോട് പറഞ്ഞു ഇവര് പ്രാർത്ഥന നിർത്തുന്നു. അദ്ദേഹം പറഞ്ഞു ബിസിനസ് വേറെ പാർട്ടി വേറെ. അപ്പം ഈ താലൂക്കിലെ പ്രസിഡന്റ് ഇങ്ങനെ ചെയ്തത് ജില്ലാ കമ്മിറ്റിയിൽ ഇദ്ദേഹത്തിന്റെ പരാതി എന്ന് ജില്ലാ കമ്മിറ്റിയിൽ അവിടുന്ന് ഓർഡർ വന്നു, അവരുടെ പെന്തക്കോസുകാരുടെ പ്രാർത്ഥന നിർത്തണമെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു ബിസിനസ് വേറെ പാർട്ടി വേറെ, അത് നിർത്തുകയില്ലെന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ആലത്തൂർ താലൂക്കിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇവരെ നിർത്തണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു, എൻ്റെ കെട്ടിടത്തിലുള്ള ശാഖയും രാജിവെച്ചു, നിർത്തി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ശാഖ നിർത്തിയത് നമുക്ക് വേണ്ടിയായി. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ശാഖയില്ലാതെയായി, മറിച്ച് അതേ കെട്ടിടത്തിൽ നമ്മൾ തുടർമാനം 7 വർഷം നമുക്ക് വേണ്ടി ആ കെട്ടിടം തുറന്നു വന്നു, വാടക കൂട്ടിയില്ല. മറിച്ച് 7 വർഷം കഴിഞ്ഞപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോഴത്തെ അദ്ദേഹം തിരിച്ചു പിന്നെയും ശാഖയുടെ ഏരിയയുടെ ഈ താലൂക്ക് പ്രസിഡന്റായി. പക്ഷെ ശാഖ ഇവിടെ തുടർന്നില്ല, നമ്മൾ പ്രാർത്ഥന തുടരുകയും ചെയ്തു. കർത്താവ് നമുക്ക് വേണ്ടി കരുതി. ഏറ്റവും വലിയൊരു അത്ഭുതമായിരുന്നു. എല്ലാവരുടെയും ആലത്തൂർ സഭകളെ മുടക്കുന്നത് BJP ആണ്, RSSകാരാണ്. പക്ഷെ RSS പ്രസിഡന്റിന്റെ കെട്ടിടത്തിനകത്താണ് നമ്മൾ ആരാധന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പരസ്യമായിട്ട് എവിടെ പോയാലും ഞാൻ ആരെങ്കിലും BJP ഏരിയയുടെ ലീഡേഴ്സ് വന്നിട്ട് നമ്മളോട് എതിർപ്പ് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമ്മുടെ നിങ്ങളുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പരമേശ്വര ശാസ്ത്രികളോട് പോയി വിഷയം പറഞ്ഞാൽ മതി, അദ്ദേഹം അതിന് പരിഹാരം വരുത്തും എന്ന് പറയും. അതോടുകൂടി ഒരാളും പരാതിയായിട്ട് അവിടെ പോകത്തുമില്ല. മാത്രമല്ല നമുക്ക് സുവിശേഷ വേല ആലത്തൂർ താലൂക്കിൽ എവിടെയും പോയി സ്വാതന്ത്ര്യമായിട്ട് ചെയ്യാനുള്ള ഒരു അവസരവും കൂടെ ആയിരുന്നു നമ്മുടെ ആരാധനാ സ്ഥലം. അങ്ങനെ ആരാധന മുമ്പോട്ട് പോകുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഒരു പ്രധാന പ്രാർത്ഥനയായിരുന്നു, ദൈവമേ ആരാധനയ്ക്ക് ഞങ്ങൾക്ക് സ്ഥലമില്ല, കർത്താവിന്റെ കരുതലിന്റെ ഒരു വിഷയമാണ് എനിക്ക് പിന്നെയും പറയാനുള്ളത്. ആരാധനയ്ക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചും ദൈവത്തോട് നിലവിളിച്ചും ഇരിക്കുന്ന സമയം ഞാൻ ദൈവത്തോട് പറഞ്ഞ ഒരൊറ്റ കണ്ടീഷൻ, കർത്താവെ ഈ ഹൈവേ ബസ് സ്റ്റോപ്പാണ്, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റോപ്പാണ്, അതിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഇപ്പൊ ആരാധന നടക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഞങ്ങൾക്ക് സ്ഥലം വേണം. ബസ് ഇറങ്ങിയ ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കണം. എന്ന് വെച്ചാൽ ഓട്ടോ വിളിച്ചേ വരാൻ പറ്റുള്ളൂ എന്നൊരു നിലവാരം വരരുത്. നടന്ന് പ്രാർത്ഥനയ്ക്ക് കയറുന്ന നിലയിൽ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് സ്ഥലം വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിലെ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് പോകുന്ന സമയത്ത് 2013
ബാംഗ്ലൂരിലൊരു മീറ്റിംഗ് പാസ്റ്റർ ക്രിസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ മീറ്റിങ്ങിന് ഞാൻ പോയി പങ്കെടുക്കുന്ന സമയത്ത് അവിടെ സന്തോഷമായിട്ട് അടുത്ത ഞായറാഴ്ച പാസ്റ്റർ എമേവറിസ് പാസ്റ്റർ ചർച്ചിൽ ബെഥേലേജി ചർച്ച് ആരാധന കൂടി. അന്ന് ഒരു പാസ്റ്റർ പരിചയപ്പെട്ടു, പാസ്റ്റർ ജസ്റ്റിൻ. സഭയിലുള്ളതല്ല, ഈ മീറ്റിങ്ങിനുള്ള ബന്ധത്തിൽ വന്ന് ഞാൻ പരിചയപ്പെട്ട പാസ്റ്ററാണ് പാസ്റ്റർ ജസ്റ്റിൻ. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം 2013 എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾക്ക് ചർച്ചിനുള്ള സ്ഥലം ദൈവം തരികയാണ്, ഇപ്പോൾ അത് നിങ്ങൾക്ക് റിലീസ് ആകുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ അകത്ത് അസാധാരണ നിലയിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ഫ്രീഡം അനുഭവിച്ച് എനിക്ക് സ്ഥലം കിട്ടാൻ പോവാം. അതിനുമുമ്പ് ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവാലോചന പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോകുന്നത് എൻ്റെ അന്തരാത്മാവിൽ എനിക്കത് വെളിപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസം ഞാൻ ഇവിടെ വന്ന് സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി. 2013 ഒരുപാട് സ്ഥലം അന്വേഷിച്ചു. ഒരു സ്ഥലം ഹൈവേയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റോപ്പ് ഹൈവേ സിഗ്നലിൽ നിന്ന് 300 മീറ്റർ അകലത്തിൽ ഒരു സ്ഥലം കണ്ടെത്തി. സ്ഥലത്തിനകത്ത് അന്ന് ഇവിടെയൊക്കെ നല്ല വിലയാണ്. ഈ 2013 സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഓണറെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു 3.5 ലക്ഷം രൂപ ഒരു സെന്റിന് സ്ഥലം. ഞാൻ എങ്ങനെ ബാർഗിൻ ചെയ്ത് ഞാനപ്പോ 1.5 ചോദിച്ചു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ചിരിച്ച് തള്ളി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അതിന്റെ ഇടയിൽ അദ്ദേഹം അറിയാണ്ട് പറഞ്ഞു 2 ലക്ഷം രൂപയ്ക്ക്. വേറെ ആളുമായിട്ട് സംസാരിച്ച് അതിന്റെ ഇടയിൽ പറഞ്ഞു, ഫാസ്റ്റ് 2 ലക്ഷം എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ കയ്യിൽ 2000 രൂപ ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. 2000 രൂപ എടുത്ത് കയ്യിൽ കൊടുത്തു. 2000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു 2 ലക്ഷം രൂപ സ്ഥലം അടുത്ത ദിവസം നമുക്ക് എഗ്രിമെന്റ് എഴുതാന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം ആദ്യം 1 ലക്ഷം 1.5 ലക്ഷം പറഞ്ഞ് 2 ലക്ഷമായി. അപ്പൊ ഒരു സെന്റിനാണ് 2 ലക്ഷം രൂപ. അപ്പം ഈ 2 ലക്ഷം രൂപ എന്ന് പറയും. പെട്ടെന്ന് അദ്ദേഹം ബോധം വെച്ചോണ്ട് 2 ലക്ഷം രൂപയ്ക്ക് അവിടെ സ്ഥലമില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു മുസ്ലിംസിന്റെ സ്ഥലമാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം മുസ്ലിം പള്ളിയിലെ സെക്രട്ടറിയും കൂടിയാണ്. നിങ്ങളൊരു നല്ല മുസ്ലിം അല്ലേ ഇക്ക? ഒരു വാക്ക് പറഞ്ഞാൽ വാക്കിന് നല്ല മുസ്ലിമിനെല്ലാം വിലയുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നല്ല മർമ്മത്ത് കയറി പിടിച്ചതുപോലെയായി. ഞാൻ 2 ലക്ഷം എന്ന് പറഞ്ഞില്ലല്ലോ ഒരു സെന്റിന് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ പൈസ തന്നേന്ന് പറഞ്ഞു. അദ്ദേഹം ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഓക്കെ, പറഞ്ഞു പോയെങ്കിൽ ഞാൻ അറിയാതെ പറഞ്ഞെന്ന് പറഞ്ഞു. ശരി, നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ 6 മാസം സമയം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഇല്ല. അദ്ദേഹം അടുത്ത പറഞ്ഞു 3 മാസം സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ 5 സെന്റിന് 10 ലക്ഷം രൂപ തന്ന് എഗ്രിമെന്റ് എഴുതണമെന്ന്. അപ്പം ഈ 3 മാസം വരെയും 2000 രൂപ കൊടുത്ത് 3 മാസം വരെയും നിങ്ങൾ പൈസ മുഴുവൻ പിടിക്കാൻ പറ്റില്ല. പകുതി പൈസ അധികം താമസിക്കാതെ, എന്ന് വെച്ചാൽ 1 മാസത്തിനുള്ളിൽ തരണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം സ്ഥലം തരാതിരിക്കാൻ വേണ്ടിയാണ് 3 മാസമൊന്നും പകുതി പൈസ 1 മാസത്തിനുള്ളിൽ തരണമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം തന്നെ എഗ്രിമെന്റ് എഴുതാൻ നേരത്ത് പറഞ്ഞു കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം 2 ദിവസത്തിനുള്ളിൽ എൻ്റെ കയ്യിൽ ഒരു 25,000 രൂപ ലഭിക്കാനുണ്ടായിരുന്നു. ആ 25,000 ഞാൻ കരം മേടിച്ചിട്ട് എൻ്റെ കയ്യിൽ ഒറ്റ പൈസയ്ക്കുള്ള സാധ്യതയില്ല. ഞാൻ ആ പൈസ പലപ്പോഴും ദൈവനാമത്തിൽ എനിക്ക് പലരും തന്ന പൈസയാണ്. ഈ 25,000 ഞാൻ കളക്ട് ചെയ്ത് ഞാനും ഭാര്യയും കൂടെ ഈ 25,000 രൂപ കരം വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇത് നീ തന്ന പൈസയാണ്, ഞാൻ ഇത് അഡ്വാൻസ് കൊടുക്കണം. നീ പറഞ്ഞിട്ടാണ് അഡ്വാൻസ് കൊടുക്കുന്നത്. ഈ 25,000 രൂപ പോയാൽ നിന്റെ പൈസ, ഇത് കൊണ്ട് ഈ സ്ഥലം മേടിച്ചാൽ അതും നിന്റേതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം 25,000 രൂപ കൂടെ കൊടുത്ത് എഗ്രിമെന്റ് എഴുതി. പിന്നെയും ഞങ്ങൾ രണ്ടുപേരും ഉപവാസവും പ്രാർത്ഥനയും 21 7 ഉപവാസം 7 ഒരു 21 ഇരുന്ന് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഓരോ ദിവസവും ദൈവത്തിന്റെ അത്ഭുതകരമാണ് ഉണ്ടാകാനിടയായി. ഞാൻ പ്രതീക്ഷിക്കാത്ത, ഞാൻ അറിയാത്ത ആളുകൾ ആ സമയത്ത് ചെറുതും വലുതുമായ തുകകൾ 10,000 30,000 50,000 ഒക്കെ തരുവാനിടയായിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഈ 10 ലക്ഷം ആകുന്ന ആ നിലവാരത്തിലേക്ക് സംഭവം ഒന്നും മാറിയിട്ടില്ല. ഇങ്ങനെ സഭയിൽ ഉള്ള കുറച്ച് വിശ്വാസികളുണ്ട്, എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കുമ്പം ആ സഭയ്ക്കകത്ത് അന്നുവരെ പ്രവചിക്കാത്ത, അതിനുശേഷം ഈ 2025 വരെയും പ്രവചിക്കാത്ത ഒരു സഹോദരി പെട്ടെന്ന് ആത്മനിറവിൽ നിറഞ്ഞിട്ട് ഒരൊറ്റ പ്രവചനമായിരുന്നു, ദൈവദാസനെ, നിനക്ക് വേണ്ടി ഞാൻ കിഴികെട്ടി പൈസ തരാൻ ഒരു സ്ത്രീയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.
എനിക്ക് ഭയങ്കര വിശ്വാസമായി. കർത്താവ് ബെലയാമിന്റെ കഴുത സംസാരിച്ചതുപോലെയായിരുന്നു ആ സഹോദരിയുടെ പ്രവചനം. കാരണം പ്രവചിക്കാൻ ഇനി ഒരു ശൈലി എടുത്ത് പ്രവചിക്കാനൊന്നും ആ സഹോദരിക്ക് അറിയില്ല. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നാണ്, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, വലിയ കഴിവൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരി അന്ന് പ്രവചിച്ചത് ഏതൊരു പ്രൊഫഷണലായി പ്രവാചന ശുശ്രൂഷ നടത്തുന്ന വ്യക്തിയെക്കാളും പെർഫെക്റ്റ് ആയിട്ട് ആത്മനിറവിൽ നിറഞ്ഞ് ആത്മാവിലാ പ്രവചിച്ചത്. ഞാൻ നിനക്ക് വേണ്ടി ആമേൻ ഒരു സ്ത്രീയോട് കിഴികെട്ടി പൈസ കൊടുക്കാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. അടുത്ത എന്റെ ഹൃദയം നിറഞ്ഞ് ബലമായി, നടക്കുമെന്ന് ഉറപ്പായി. അങ്ങനെ അടുത്ത ദിവസം ഇതിനു മുമ്പ് സ്ഥലം മാറി ഒരു MSc നേഴ്സ് ആയിരിക്കുന്ന ഒരു മേഡം, ജഹാന്ന പേര്, അവരിവിടെ കുറച്ച് നാള് ഞങ്ങളുടെ ആലത്തൂർ തന്നെ അടുത്തുള്ള ഒരു ആശുപത്രി വൈസ് പ്രിൻസിപ്പാളായിട്ട് നേഴ്സിംഗ് ഹോസ്പിറ്റലിന്റെ നേഴ്സിംഗ് ഈ ഹോമിന്റെ ഈ ആശുപത്രിയുടെ ചേർന്നുള്ള നേഴ്സിംഗിന്റെ MSc BSc നേഴ്സിംഗിന്റെ വൈസ് പ്രിൻസിപ്പളായിട്ട് വന്നതാണ്. അവർ ഇവിടെ നിന്ന് കുറച്ചു നാൾ നിന്ന ശേഷം ഭർത്താവിന്റെ അടുക്കലേക്ക് ജോലി വേണ്ട, കുടുംബമാണ് വലുതെന്ന് പറഞ്ഞ് ഒമാനിലേക്ക് ജോലിയുമായിട്ട് പോയതാണ്. അപ്പൊ അവർ 1-2 വർഷം മുമ്പ് പോയതാണ്. അവർ അത് വലിയ ബന്ധങ്ങളൊന്നും കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷേ ഈ സഹോദരി ഇങ്ങനെ പ്രവചിച്ച് അധികം താമസിക്കാതെ ഒമാനിയിൽ നിന്ന് ഈ ജഹാൻ എന്ന് പറഞ്ഞ ഈ ടീച്ചർ എന്നെ വിളിച്ചു. എന്താണ് പാസ്റ്റർ അവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞു. ഞാനപ്പോ പറഞ്ഞു ഇങ്ങനെ അഡ്വാൻസ് കൊടുത്തു, സ്ഥലം കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഈ ടീച്ചർ ഞങ്ങൾക്ക് അന്ന് 2 ലക്ഷം രൂപ അടുത്ത ചർച്ചിന് വേണ്ടി സ്ഥലം മേടിക്കാനുള്ള പൈസ. അത് കഴിഞ്ഞ് അവർ പ്രാർത്ഥിച്ചു. അപ്പോഴും ഞങ്ങൾക്ക് ഏതാണ്ട് 1,75,000 രൂപ പിന്നെയും കുറവുണ്ട്. പ്രാർത്ഥിച്ചു ശക്തമായി. അടുത്ത ദിവസം അടുത്തടുത്ത് വരികയാണ്. അടുത്തടുത്ത് വരുമ്പോൾ ഈ സമയത്ത് പലരായാലും ഞാൻ അന്ന് വരെ കാണാത്തവരാണ് എനിക്ക് ആ സമയങ്ങളിൽ പലരും പറഞ്ഞു കേട്ട് എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചത്. ഇന്ന് വരെയും കാണാത്തവരും ഉണ്ട് അതിനകത്ത്. അപ്പം ഈ 1,75,000 പിന്നെയും ആധാര ഉള്ള എഴുത്തിനും ഉള്ളത് കൂടാതെ ഈ 1,75,000 കുറവുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനമായ ദിവസങ്ങളായപ്പം ഈ ജയ ടീച്ചർ പിന്നെയും വിളിച്ചു. എന്തായി പാസ്റ്റർ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 1,75,000 രൂപ കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പം പ്രിയ ടീച്ചറും അവരുടെ ഹസ്ബൻഡും കൂടെ തീരുമാനിച്ചു 1.5 ലക്ഷം കൂടെ അടുത്ത ദിവസം തന്നു. അപ്പൊ പിന്നെയും 25,000 രൂപ കുറവുണ്ട്. ഞാൻ ഈ കെട്ടിടത്തിന്റെ ഈ സ്ഥലത്തിന്റെ ഓണറോട് പറഞ്ഞു എനിക്കൊരു 25,000 രൂപ കുറവുണ്ട്. ഒരാഴ്ച മുമ്പേ വിളിച്ചു പറഞ്ഞു കുറവുണ്ട്, എനിക്ക് 1 മാസം ലീവ് തരണം, ഈ 25,000 രൂപ തരാം, ഞാൻ ചെക്ക് തരാമെന്ന്. അദ്ദേഹം പറഞ്ഞു ഈ ഡേറ്റ് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ എഗ്രിമെന്റ് ക്യാൻസലായി, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ആ ഡേറ്റിൽ തന്നെ എഴുതാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിന്നെയും ശക്തമായി പ്രാർത്ഥിച്ചപ്പം ബാംഗ്ലൂരിൽ ഒരു CBI അദ്ദേഹം എൻ്റെ സ്നേഹിതൻ പാസ്റ്ററുടെ ബ്രദറിലോയ. അപ്പം അദ്ദേഹം ഈ കാര്യങ്ങൾ അറിഞ്ഞു പറഞ്ഞു പാസ്റ്റർ ഞാൻ ഒരു 25,000 രൂപ തരാം, പക്ഷേ 1 മാസം കൂടെ ലേറ്റ് ആവും, ആ സമയത്ത് എനിക്ക് കുറച്ച് ബോണസ് ആയിട്ട് കിട്ടും. അദ്ദേഹം CBI ബാംഗ്ലൂര്, പൗലോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പം 1 മാസം കഴിഞ്ഞേ തരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ 1 മാസം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സമ്മതിച്ചിട്ടില്ല. പിന്നെയും പ്രാർത്ഥിച്ചു. എഗ്രിമെന്റ് എഴുതുന്ന ആ ദിവസം രാത്രി മുഴുവൻ പ്രാർത്ഥന, കർത്താവേ ഇന്ന് എഗ്രിമെന്റ് എഴുതണം, പക്ഷേ ഇന്ന് രാവിലെ എഗ്രിമെന്റ് എഴുതുന്നത് 25,000 രൂപ കുറവുണ്ട്, അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ ദിവസം അദ്ദേഹത്തിന് മറ്റു പല കാര്യം കൊണ്ട് എഗ്രിമെന്റ് എഴുതാൻ പറ്റാത്ത എൻഗേജ് ആയിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു പാസ്റ്ററെ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ 25,000 രൂപ കുറവുണ്ടെന്ന്. കുഴപ്പമില്ല, ഒരു കാര്യം, എനിക്ക് ഇന്ന് എഗ്രിമെന്റ് ആധാരം ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എഗ്രിമെന്റ് ആധാരം ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ 1 മാസത്തെ 25,000 രൂപയുടെ പ്രശ്നമല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല, ചെക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസം കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് 2013 ഈ സ്ഥലം ആധാരം ചെയ്തു. 10 ലക്ഷം രൂപയും കൊടുത്ത് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ആധാരം ചെയ്തു. 75,000 രൂപ കുറവുണ്ട്, അത് 1 മാസം കഴിഞ്ഞ് CBI സാർ എനിക്ക് തന്നപ്പോൾ ആ പൈസ കൊണ്ട് കൊടുത്ത് ആധാരം ചെയ്യാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ അത്ഭുതകാര്യം, അറിയാത്ത പ്രതീക്ഷിക്കാത്ത 25,000 രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപ കൊടുത്ത് ആധാരം ചെയ്യാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഇവിടെ ചർച്ച് പണിയുടെ കാര്യം, ഇപ്പം എൻ്റെ ബ്രദറിലോ വൈഫിന്റെ ആങ്ങള പറഞ്ഞു തരാനുള്ളവരെല്ലാം തന്നു. വീട്ടുകാരും ഭാര്യ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും സഭക്കാരും ഇനി ആരുമായിട്ട് ചോദിക്കാൻ പോലുള്ള ഒരു വകുപ്പില്ല, എല്ലാം തന്നു കഴിഞ്ഞു, ഇനി എവിടെ കിട്ടാനില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനും വൈഫും ചർച്ചിൽ എല്ലാവരും കൂടെ പറഞ്ഞു നമുക്കിനിപ്പോ വാടക കെട്ടിടം വേണ്ട,
നമ്മുടെ സ്വന്തം സ്ഥലത്ത് ഒരു ഷെഡ് കെട്ടി താമസവും ആരാധനയും, അപ്പം ഷീറ്റൊക്കെ ഇറക്കി നല്ല രീതിയിൽ നമുക്കത് ചെറിയ തുകയിൽ 10, 25,000, 50,000 രൂപയൊക്കെ ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിച്ചു, കർത്താവേ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയത്തില്ല, പക്ഷെ ഷെഡ് കെട്ടാനും പൈസയില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അതേ സമയത്ത് ഞാൻ പണ്ട് എൻ്റെ കൂടെ ഒയമിൽ പഠിച്ച കർത്താവിന്റെ ദാസൻ ജോണ്, അദ്ദേഹം കോട്ടയത്ത് ഒരു ചർച്ചിനകത്ത് വർഷിപ്പ് ലീഡറാണ്. അദ്ദേഹം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ ചർച്ചിലെ ഒരു സഹോദരന് 2 വീടുണ്ട്, അതിലൊരു വീട് വിൽക്കണം. ആ വീട് വിറ്റിട്ട് വേണം അദ്ദേഹത്തിന്റെ അത്യാവശ്യ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യാൻ. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹം കോട്ടയത്ത് ഒരു ഇൻഡിപെൻഡന്റ് ചർച്ച, ഏത് ചർച്ച എന്ന് എനിക്ക് അറിയത്തില്ല, ഈ ജോണ് പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ച. അപ്പൊ ജോണിന്റെ ഈ സഹോദരൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വന്ന ഒരു പ്രവാചകൻ ഈ സഹോദരനോട് പറയാം, പാലക്കാട് നിനക്ക് ഉള്ള സ്ഥലം വിറ്റിട്ട് അതിന്റെ ദശാംശം പാലക്കാട് ചർച്ച് പണിയാൻ കൊടുക്കാമെന്ന് നീ തീരുമാനമെടുത്ത നിന്റെ സ്ഥലം വിൽക്കൂന്ന് പറഞ്ഞു. അപ്പം ഈ സ്ഥലവും വീടും വിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ദൈവസേനയെ തീരുമാനിച്ചു. ഇദ്ദേഹം അന്ന് വരെ പാലക്കാട് കാലുകുത്തിയിട്ടില്ല ആ വിശ്വാസി. അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു. അടുത്ത 1 മാസം ആയപ്പോഴത്തേക്കും അദ്ദേഹം കൊടുക്കണമെന്ന് പറഞ്ഞ വീടും സ്ഥലവും വിറ്റു. പക്ഷെ പാലക്കാടിനെ കുറിച്ച് ഒരറിവും ഇല്ലാതിരിക്കുമ്പം അവിടുത്തെ വർഷിപ്പ് ലീഡർ ആയിരിക്കുന്ന ഈ ജോണിന്റെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ തീരുമാനമെടുക്കണമെന്ന്. ഇതിനു മുമ്പ് ഒരു പ്രവാചകൻ വന്നപ്പം ദൈവ ആലോചന പറഞ്ഞു, ഞാൻ തീരുമാനമെടുത്തു, പിറ്റേ മാസം എൻ്റെ സ്ഥലം വിറ്റു. എനിക്ക് പാലക്കാട് ആരെ അറിയത്തില്ല, പാലക്കാടില് ഇങ്ങനെ സഭ പണിയാൻ പൈസ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിനെക്കുറിച്ച് വല്ല അറിയാവോ എന്ന് ചോദിച്ചു. അപ്പം ജോണ് എൻ്റെ ഒരു പ്രത്യേകത, ആരും വിളിച്ച് വലിയ കോണ്ടാക്ട് ഇല്ല. അപ്പം ഈ ജോണ് അദ്ദേഹം എൻ്റെ നമ്പർ തപ്പി പിടിച്ചെടുത്ത് എന്നെ വിളിച്ചു. അദ്ദേഹത്തെ ഞാൻ 1 വർഷം മുമ്പ് തൃശ്ശൂർ വെച്ച ഒരു കൺവെൻഷനിൽ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. അന്ന് അദ്ദേഹം എൻ്റെ ഫോൺ നമ്പർ പിന്നെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം മേടിച്ചതാണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞ് എന്തായി നിന്റെ ചർച്ച് പണിയുടെ കാര്യം, ചർച്ച് മേടിക്കണം, സ്ഥലം മേടിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ, എന്തായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്ഥലം മേടിച്ചു, ആധാരം കഴിഞ്ഞു, ഇനി ചർച്ച് പണിയണം. എങ്ങനെയാണെന്നൊന്നും അറിയേല, എന്തായാലും ഒരു ഷെഡ് തല്ലിക്കൂട്ടണമെന്ന് വിചാരിക്കണേ, പക്ഷെ അതിനുള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ജോൺ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ ഞാൻ ഒരാളെയും കൊണ്ട് അടുത്ത ദിവസം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ വെള്ളിയാഴ്ചയാണ് വരാമെന്ന് പറഞ്ഞു, വൈകുന്നേരം. അപ്പൊ ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മുടെ ചർച്ചില് പ്രാർത്ഥനയുണ്ട്, അപ്പം വരാൻ പറഞ്ഞു. അദ്ദേഹത്തോട് അങ്ങനെ വന്ന് അദ്ദേഹം വെള്ളിയാഴ്ച വൈകുന്നേരം വന്നപ്പം വൈബ് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പഴയകാല സ്നേഹിതനാണ്, അദ്ദേഹമാണ് വരുന്നത്, അദ്ദേഹം ഒരാളുമായിട്ട് വരുന്നത്, നമ്മുടെ ചർച്ച് പണിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വൈബ് ചോദിച്ചു, ഒരു 5,000 രൂപ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 5,000 രൂപ തരാതെ കോട്ടയത്ത് നിന്ന് ഇവിടം വരെ സഭയെ സഹായിക്കാനാന്നും പറഞ്ഞ് ആരും വരത്തില്ല, ഒരു 5,000 രൂപ തരുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവര് വെള്ളിയാഴ്ച വന്നു, ശുശ്രൂഷ കഴിഞ്ഞു, നേരെ പാഴ്സനേജിൽ ഞാൻ താമസിക്കുന്നിടത്ത് വന്നു, ഭക്ഷണമൊക്കെ കഴിച്ച് പോകാൻ നേരത്ത് ഈ സഹോദരൻ ഒരു കവറ് തന്നു. അപ്പം ഞാൻ നോക്കിയപ്പോ പിടിച്ചപ്പം ഏതാണ്ട് സ്വത്രം ഒരു 5,000 രൂപയുടെ കനമുണ്ട്. ഞാൻ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടി നീ പറഞ്ഞതുപോലെ തന്നെ 5,000 രൂപ ഉണ്ടെന്നാ പറഞ്ഞു. നോക്കിയപ്പം സ്വത്രം അന്ന് 1000-ന്റെ നോട്ടാണ്. ആ നോട്ട് നോക്കിയപ്പം എല്ലാം 1000-ന്റെ നോട്ട് 50,000 രൂപയാണ്. അപ്പം അന്നേരം ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഞാൻ തിരിച്ചറിഞ്ഞു. എടി നമ്മൾ അറിയാത്ത, ഞാൻ വൈഫിന്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ അറിയാത്ത, നമ്മൾ കേൾക്കാത്ത, നമ്മൾ പറയാത്ത ഒരാളോട് ദൈവം ഇടപെട്ടിട്ട് പാലക്കാട് സഭ പണിയണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടപെട്ട് ആ പൈസ 50,000 രൂപ കൊണ്ട് തന്നെങ്കിൽ ഇനി നമ്മൾ അവിശ്വസിക്കരുത്, നമ്മൾ ഷെഡ് പണിയുന്നില്ല, നമ്മൾ നല്ല ചർച്ച് പണിയും. അങ്ങനെ ഞങ്ങൾ ആ 50,000 രൂപ കൊണ്ട് നേരെ പോയി എഞ്ചിനീയറെ കണ്ട് നല്ലൊരു ചർച്ചിന്റെ പ്ലാൻ. ഞാൻ പറഞ്ഞു 5 സെന്റ് ഫുള്ള് ചർച്ചും പാഴ്സനേജുമാണ്, ഫുള്ള് ബിൽഡിംഗ് ഉണ്ടാക്കണം. അപ്പം അദ്ദേഹം ചോദിച്ചു എത്ര റൂം? ഞാൻ പറഞ്ഞു 4 ബെഡ്റൂം, ഞങ്ങൾക്കും മക്കൾക്കും വരുന്ന ഗസ്റ്റ് പാസ്റ്റേഴ്സിനും ഉള്ള റൂം, 4 ബെഡ്റൂം, മേളിൽ ചർച്ച്. അപ്പം എൻ്റെ ഉള്ളിൽ 3 നില കെട്ടിടമാണ്, അതിന്റെ മുകളിൽ ലിഫ്റ്റ് കൊടുക്കാമെന്നുള്ള ചിന്തയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു മുകളിൽ ചർച്ച്, അതിന്റെ മീതെ പിന്നെ ബൈബിൾ കോളേജോ അല്ലെങ്കിൽ പ്രയർ സെന്ററോ വൃദ്ധ മന്ദിരോ നമുക്ക് ദൈവം തരുന്ന എന്തോ ആണോ അതിനു വേണ്ടി. അപ്പൊ 3 നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ആദ്യത്തെ 2 നിലയ്ക്കുള്ള പ്ലാൻ വരച്ചു. പ്ലാൻ വരച്ചിട്ട് ഈ പ്ലാനും കൊണ്ട് നേരെ 3D വരയ്ക്കുന്ന ആളുടെ അടുത്ത് കൊണ്ടുപോയി 3Dയും വരച്ചു. അപ്പം ആകെപ്പാടെ 50,000 രൂപയുള്ളൂ. എന്നിട്ട് പ്ലാൻ ചോദിച്ചു എഞ്ചിനീയറോട് ഇതെങ്ങനെ പണിയണം, 3 നില ഫൗണ്ടേഷൻ വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇത് ചെറിയ വെള്ളക്കെട്ടുള്ള ഒരു ഏരിയ ആണ്,
പറഞ്ഞു ഇച്ചിരി താഴെ പില്ലറിനെ എടുക്കണം, ഇച്ചിരി താത്തി എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 7 അടി താഴ്ചയിൽ കുഴി കുത്തി 18 പില്ലർ നാട്ടി. 18 പില്ലറ് ഭൂമി നിരപ്പായപ്പോഴേക്കും ഞങ്ങളുടെ പൈസ തീർന്നു. അങ്ങനെ ആ പൈസയും കൊണ്ട് അവിടെ പരിപാടി നിർത്തി. ഏതാണ്ട് 1 വർഷം 18 പില്ലറ് മണ്ണിന്റെ ലെവലിൽ കോൺക്രീറ്റ് ചെയ്ത് കുഴി അങ്ങനെ കിടക്കുന്നു. കമ്പി മുകളിലേക്ക് കയറി വള്ളിയൊക്കെ കയറി കാട് പിടിച്ച് അവിടെ കിടന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒമാനിലെ ഈ ജഹ ടീച്ചർ അദ്ദേഹത്തിന്റെ ടീച്ചറുടെ ഭർത്താവിന്റെ കുടുംബസ്വത്ത് ഭാഗം വെച്ചു. അദ്ദേഹത്തിന് 25 ലക്ഷം രൂപ ഭാഗം വെച്ച് അതിനകത്ത് കിട്ടി. അദ്ദേഹം 25 ലക്ഷം കിട്ടിയപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, അവർ രണ്ടുപേരോട് തീരുമാനിച്ചു ഈ 25 ലക്ഷത്തിന്റെ ദശാംശം ആലത്തൂർ സഭയ്ക്ക് കൊടുക്കാം. ദൈവം അവരോട് ഇടപെടുകയാണ്. അപ്പം ആര് വന്നാലും അവരോട് ദൈവം പറയും നിങ്ങൾ പാലക്കാട് സഭ പണിയുന്നു. അപ്പം അവരങ്ങനെ 2.5 ലക്ഷം തന്നു. ആ 2.5 ലക്ഷവും സഭക്കാരും എല്ലാവരും കൂടെ ചേർന്ന് 2 അടി ഹൈറ്റില് കല്ലുകൊണ്ട് കെട്ടാതെ ഫുള്ള് ബെൽറ്റ് വാർത്ത് പില്ലർ വാർത്ത് ഗ്രൗണ്ട് ഫ്ലോർ വാർത്തിടാൻ കർത്താവ് ഇടപെടുത്തി. അങ്ങനെ 1 വർഷം മുഴുവൻ ഫസ്റ്റ് ഫ്ലോർ വാർത്ത് അങ്ങനെ കിടന്നു. ഭിത്തിയൊന്നുമില്ല, 18 പില്ലറിലാണ് ബിൽഡിംഗ് നിൽക്കുന്നത്. ശക്തമായി ഞാൻ എല്ലാ ദിവസവും ഒന്ന് ഈ കെട്ടിടത്തിനകത്ത് അകത്തോടെ നടന്ന് അങ്ങ് പ്രാർത്ഥിക്കും, കർത്താവെ ഇവിടം വരെ ദൈവം ചെയ്തു, ബാക്കിയുള്ള കാര്യം ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്ന കർത്താവ് അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ദിവസവും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് ഒരു വചനം തന്നു. ഒരു സ്വപ്നത്തിൽ ഞാനൊരു വാക്യം കാണുകയാണ്. 1 രാജാക്കന്മാർ 5:18 ശലോമോന കല്ലുകൾ കൊണ്ട് പണി തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം കല്ലുകൾ കൊണ്ട് പണി തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ സ്വപ്നം ഇതെന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ച് പിന്നെ ഞാൻ പെട്ടെന്ന് അർദ്ധരാത്രി എടുത്ത് ബൈബിൾ തുടങ്ങിയപ്പോ ഇതാ. അപ്പൊ ഒരു പിടുത്തവും കിട്ടുന്നില്ല, ഒന്ന് ഉറക്കത്തിൽ നിന്നായിരുന്നു. ഞാൻ നേരെ ആ വാക്കിന്റെ അവിടെ മാർക്കറായിട്ട് ഒരു കലണ്ടർ വെച്ചു ഞാൻ സുഖമായിട്ട് പിന്നെയും കടന്നുറങ്ങി. നേരം വെളുത്ത് ഞാൻ വൈഫിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കാണുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ രാത്രി ഈ വാക്യം കണ്ടു. 1 രാജാക്കന്മാരുടെ പുസ്തകം 5:18 വാക്യം ഇങ്ങനെയാണ്. അപ്പം ശലോമോൻ കല്ലുകൾ കൊണ്ട് പണി തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ, അപ്പൊ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചപ്പോ വൈകുന്നേരം ആയപ്പോ എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ ഉണ്ടായി, നമുക്ക് ചർച്ചിന്റെ പണി തുടങ്ങണം. അപ്പൊ സാമ്പത്തികം ഇല്ല. അപ്പൊ എൻ്റെ ഉള്ളിൽ പ്രേരണ, നമുക്ക് ലോൺ എടുത്ത് പണിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നേരെ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രേരണ വന്നു. ഞാൻ നേരെ അടുത്ത ദിവസം ബാംഗ്ലൂർക്ക് വണ്ടി കയറി നമ്മളെ വാടക തരുന്ന സിബിസാറോട് സംസാരിച്ചു, സാറേ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അപ്പൊ എൻ്റെ ഉള്ളിൽ ഒരു നിയോഗമുണ്ട്, ചർച്ചിന്റെ പണി തുടങ്ങണം. അപ്പൊ എങ്ങനെയാ സാറേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു 10 ലക്ഷം രൂപ ഈ സ്ഥലം വെച്ചിട്ട് ലോൺ എടുക്കാം. ലോൺ എടുത്ത ശേഷം സാർ ഇപ്പൊ തരുന്നത് കെട്ടിടത്തിന്റെ വാടകയായിട്ട് തരുന്നത് നേരെ അത് ചർച്ചിന്റെ ലോണിലേക്ക് ആക്കി തന്നാൽ മതി, അത് കുറച്ചുകൂടെ കൂട്ടി തരണം എന്ന് പറഞ്ഞു. അപ്പൊ എത്ര വേണം പറഞ്ഞു, ഏതാണ്ട് ഒരു 10,000 രൂപ വെച്ച് തരണം. ചർച്ചിനകത്ത് ഞാൻ വിഷയം പറഞ്ഞപ്പോ ചർച്ചുകാരും പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ലോണിന് അപ്ലൈ ചെയ്തു. അധികം താമസിക്കാതെ പണി തുടങ്ങാൻ കർത്താവ് സഹായിച്ചു. 2019 മാർച്ച് മാസം 13-ാം തീയതി ചർച്ചിന്റെ ഉദ്ഘാടനം നടത്താൻ കർത്താവ് സഹായിച്ചു. അത്ഭുതകരമായി 4 ബെഡ്റൂമും എല്ലാ സൗകര്യമുള്ള പാഴ്സണേജും അതുപോലെ 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള 100-200 ചെയറിട്ട് ആരാധനയ്ക്ക് ആളുകൾക്ക് ഇരിക്കാവുന്ന സൗകര്യത്തിൽ ഒരു ആരാധനാലയം തന്നു. അതിന്റെ പണി പൂർത്തീകരിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഉദ്ദേശിച്ചതുപോലെ അത്ര അങ്ങ് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ടൈലിന്റെ പണിയും വൈറ്റ് സിമെന്റ് അടിച്ചതല്ലാതെ പെയിന്റിങ് ഒന്നും നടത്താൻ കഴിഞ്ഞില്ല, ടൈലിന്റെ പണിയും ചെയ്യാൻ കഴിഞ്ഞില്ല, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ആ പൊടിയിൽ ആരാധന ആരംഭിച്ചു. കർത്താവിന്റെ കൃപയാൽ 1 വർഷം ഞങ്ങൾ ആരാധന നടത്തുന്നതിനിടയിൽ ചിലരോട് ദൈവം ഇടപെട്ട് ചർച്ചിന്റെ ടൈലിന്റെ പണി നടത്താൻ ദൈവം സഹായിച്ചു. ഇനി പാഴ്സലേജിന്റെ പണിയും പെയിന്റിങ് പണി ഒഴികെ എങ്കിലും മനോഹരമായി ഞങ്ങൾ 3D എങ്ങനെ വരച്ചുവോ അതുപോലെ തന്നെ പണി തീർക്കാൻ. ഇനിയിപ്പോ പെയിന്റിങ്ങിന്റെ കുറച്ച് ചെറിയ ചില്ലറ പണിയുള്ളൂ, കർത്താവ് ഭാഗ്യം ചെയ്തു. അങ്ങനെ ഓരോ ദിവസവും കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരം ഞങ്ങളുടെ മേലെ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. പിന്നെയും മിറക്കിൾ എന്ന് പറഞ്ഞാൽ സഭക്കാരും ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഇതേ ഞങ്ങൾ മേടിച്ചത് ഒരു ഫ്ലോട്ടാണ് 5 സെന്റ് സ്ഥലം. ആ ഫ്ലോട്ടിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് അധികം സെയിലായിട്ടുണ്ടായിരുന്ന ഫ്ലോട്ടുകളൊന്നും. പക്ഷെ ഞങ്ങളിവിടെ ചർച്ചിന് വേണ്ടി എല്ലാ കാര്യവും ചെയ്തപ്പം അതേ സമയത്ത് തന്നെ ബാക്കി ഏകദേശം എല്ലാ ഫ്ലോട്ടും സെയിലായപ്പോൾ ഞങ്ങളുടെ ചേർന്ന ഒരു ഫ്ലോട്ടും കൂടെ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലം ഫുള്ള് ചർച്ച ആയതുകൊണ്ട്, പാഴ്സണേജും ചർച്ച ആയതുകൊണ്ട് പാർക്കിങ്ങിനുള്ള സ്ഥലമില്ല. പെട്ടെന്ന് സഭയിൽ ഞങ്ങളെല്ലാം കൂടെ പിന്നെയും പ്രാർത്ഥിച്ചു.
പാർക്കിങ്ങിന് ഒരു 5 സെന്റ് സ്ഥലം മേടിക്കാൻ കർത്താവ് സഹായിച്ചു. ഞാൻ എൻ്റെ ചർച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചർച്ചിനകത്ത് സാമ്പത്തികമായി അനുദിനം ജീവിക്കാൻ ഉണ്ടായിരുന്ന ഒരൊറ്റയാള് പോലും ഈ ചർച്ചിനകത്ത് മാനസാന്തരപ്പെട്ട് വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ചർച്ചിനകത്ത് കുറച്ചു പേരെ ഉള്ളെങ്കിലും 50,000 രൂപ താഴെ സാലറി മേടിക്കുന്ന ആരുമില്ല. എല്ലാവരും നല്ല നിരി. കാരണം എനിക്ക് OM എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ് തന്നത്. ഇപ്പം വന്ന എല്ലാവർക്കും അവരേതൊക്കെ നിലയിൽ എത്തിക്കാവോ ആ നിലയിൽ അവരെയൊക്കെ പ്രാർത്ഥിക്കുകയും നിയോഗിക്കുകയും പഠിപ്പിക്കുകയും നല്ല നിലയിൽ ജോലി കണ്ടെത്തി കൊടുക്കാനൊക്കെ കർത്താവ് എന്നെ സഹായിച്ചു. അപ്പൊ ഒരു വ്യക്തി എൻ്റെ കൂടെ ചർച്ചയിൽ വന്ന ഞാൻ ആ വ്യക്തിയുടെ അന്നത്തെ സാഹചര്യം അല്ല കാണുന്നത്. ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി അടുത്തൊരു 10 കൊല്ലം കഴിയുമ്പം ഏത് നിലയിൽ ജീവിക്കണമെന്ന് അവർക്ക് ഞാൻ ക്ലാസ് കൊടുക്കും. അവർ പഠിക്കും, അവരെ പഠിപ്പിക്കും, ജോലിക്ക് ഗൈഡ് ചെയ്യും. അങ്ങനെ ഇന്ന് എനിക്ക് സന്തോഷം എന്ന് പറയാൻ 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ സാലറി മേടിക്കുന്ന ആളുകൾ ഇന്ന് ഞങ്ങളുടെ ചർച്ചയിലുണ്ട്. പലരും ചർച്ചിനകത്തുനിന്ന് രക്ഷപ്പെട്ട് പല ചർച്ചകളിലും പോയിട്ടുണ്ട്. പക്ഷെ ഈ ചർച്ച് വന്ന് ആലത്തൂർ ബഥേൽ ചർച്ചിൽ വന്ന് നശിച്ചു പോയി എന്ന് ഒരാൾ, ആ ചർച്ച് എൻ്റെ ജീവിതത്തിൽ നഷ്ടമായി പോയി എന്ന് പറയാൻ ഒരാൾക്ക് പോലും ഇടവരാതെ ഭൗതികമായും ആത്മീയമായും തലമുറയായും കുടുംബപരമായി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാൻ ഇടയായിത്തീർന്നു. നല്ലൊരു വീടുള്ള ഒരു വ്യക്തി പോലും ഈ ചർച്ചിൽ വിശ്വാസത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഇന്ന് വീടില്ലാത്ത ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അധികം താമസിക്കാതെ ആ അമ്മയ്ക്കും അവർ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നുകൊണ്ട് അവർക്ക് വീടില്ല, ഒരു വാടക കെട്ടിടത്തിലാണ്. ആ അമ്മയ്ക്കും അധികം താമസിക്കാതെ വീടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യും. എന്ന് വെച്ചാൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കാൻ ഇടയായിത്തീർന്നു. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് കർത്താവ് ആലത്തൂര്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് പിറ്റേ ആഴ്ച സഭക്കാർ കൊണ്ടാക്കുമ്പം വീട്ടിൽ നിന്ന് ഒരു സിംഗിൾ കട്ടിലും ഭാര്യ വീട്ടിൽ നിന്ന് അവർ വന്നപ്പോൾ കൊണ്ടുതന്ന ഒരു അലമാരിയും ഒരു ചീഞ്ചട്ടിയും ഒരു പ്ലേറ്റും 2 പ്ലേറ്റും 2 സ്പൂണും ഒരു കലവും ഒക്കെ ആയിട്ട് ഒരു ചാക്കിനകത്തായിരുന്നു ഞങ്ങളുടെ എല്ലാ സാധനവും. അത്യാവശ്യമുള്ള തുണിയും ഈ അലമാരിയും ഒരു സിംഗിൾ കട്ടിലോ. ഞങ്ങൾ അപ്പൊ ഇന്നത്തെ പെട്ടി ജീപ്പിലാ സാധനം കൊണ്ടുവരുന്നത്. അപ്പൊ എൻ്റെ പിതാവ് പറഞ്ഞു, ഇത് അതിനകത്ത് ഇനി ഉണ്ടല്ലോ ഇഷ്ടം പോലെ സ്ഥലം, ഒരു കാര്യം ചെയ്യും, നമ്മുടെ കല്യാണത്തിന് വേണ്ടി വെട്ടിയ 2-3 റബ്ബർ ഉണ്ടല്ലോ, അതിനകത്ത് കുറെ വിറക് ബാക്കിയില്ല, ഇതെല്ലാം കൂടെ വാരി ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ സഹോദരം ആലത്തൂർ വന്നതാണ്. പക്ഷേ കർത്താവ് ആലത്തൂര് ഒരിക്കലും രക്ഷപ്പെടുത്തില്ല അല്ലെങ്കിൽ ഒന്നും ആകത്തില്ല എന്ന് പറഞ്ഞ നിലയിൽ ആയിരുന്ന സാഹചര്യത്തിൽ നിന്ന് കർത്താവ് മുഴുവൻ സാഹചര്യത്തെ മാറ്റി ഈ പട്ടണത്തിനകത്ത് ഇന്ന് സഹോദരം 5 ലക്ഷത്തിൽ മീതെ വില വരുന്ന സ്ഥലം ദൈവം നമുക്ക് തന്നു. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ബിൽഡിങ്, 2 നില ബിൽഡിങ് കർത്താവ് തന്നു. കുഴപ്പമില്ലാത്ത ഒരു ചെറിയ കൂട്ടായ്മ കർത്താവ് തന്നു. എല്ലാ തലത്തിലും ദൈവം എന്നെ നടത്തി. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നമ്മൾ വിശ്വാസത്തെ സ്റ്റെപ്പ് വെച്ചാൽ, നാം വിശ്വാസത്തെ മുമ്പോട്ട് പോയാൽ നമുക്ക് വേണ്ടി കരുതാൻ കർത്താവ് മതിയായവനാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്തെ നാം വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവം വിളിച്ചെങ്കിൽ അവൻ അന്ത്യത്തോളം നടത്താൻ ശക്തനാണ്. ഇനി മുമ്പോട്ട് എങ്ങനെ നടക്കും, എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ഓർത്ത് ഭാരപ്പെടുമ്പോഴും പല വിധത്തിലും പല ആവശ്യങ്ങൾ മറുവശത്ത് നടക്കുമ്പോഴും തിരിഞ്ഞു നോക്കിയാൽ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, എൻ്റെ പിതാവിന്റെ വീട്ടിൽ ഒരാൾ വിശ്വാസിയായിട്ട് വേറെയില്ല, എൻ്റെ മാതാവിന്റെ വീട്ടിൽ ഒരാളെ വിശ്വാസിയായിട്ട് വേറെയില്ല. അവരെല്ലാം യാക്കോബിറ്റ്സ് ഓർത്തഡോക്സ് പശ്ചാത്തലത്തിലാണ്. 3 അച്ഛന്മാർ വീട്ടിലുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ വിശ്വാസത്തിൽ വന്നത്. എന്നാൽ എന്താകുമെന്ന് ചിന്തിച്ചും അല്ലെങ്കിൽ അവർ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ സാഹചര്യമുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഒരാളുടെ മുമ്പിൽ ലജ്ജിച്ചു പോകാതെ ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് ദൈവം എന്നെ മാനിക്കാനിടയായി തീർന്നു. എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ കർത്താവ് തന്നു. ശുശ്രൂഷയിൽ എന്നെ കർത്താവ് പ്രയോജനപ്പെടുത്തി. ഇന്നും എൻ്റെ ജീവിതത്തിൽ ആവശ്യങ്ങൾ അനവധി ഉണ്ടെങ്കിലും എൻ്റെ ആവശ്യങ്ങളെല്ലാം കർത്താവ് അത്ഭുതകരമായി നടത്തും. പലപ്പോഴും അടുത്ത നാളെ എന്തെന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്നെ ശുശ്രൂഷയ്ക്ക് പലപ്പോഴും ചെറിയ ചെറിയ സഭകളിൽ വിളിക്കും. അവരോട് എന്ന് പറയുന്ന ദൂതുകൾ അവർക്ക് വിടുതലാകും. അങ്ങനെ ദൈവം അത്ഭുതപരമായിട്ട് നടത്തുന്നു. പലപ്പോഴും നാളത്തെ കാര്യം ഇന്ന് ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുക. നാളെ നടക്കേണ്ട വിഷയം നാളെ എന്നോർത്ത് പ്രാർത്ഥിക്കുകയായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് എൻ്റെ വിഷയത്തിന് ഉത്തരം തരും. അത് പല പല നിലവാരത്തിൽ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിൽ വയറ്റിനകത്തൊരു മുഴയായി. ഡോക്ടർ എന്നെ ക്യാൻസർ സെന്ററിൽ പോകാൻ പറഞ്ഞ് ഇവിടുന്ന് ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിട്ടു. ബ്ലഡ് ചെക്ക്, ബോംബെയിലേക്ക് ബ്ലഡ് അയച്ച് ചെക്ക് ചെയ്തു. ഇപ്പോൾ ക്യാൻസർ ആണ്. സ്കാൻ ചെയ്തു. വയറ്റിനകത്ത് ഒരു തേങ്ങയുടെ വലിപ്പത്തിൽ ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. നേരെ തൃശ്ശൂർ അമല ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പം അവിടെ CT സ്കാനിന് ഏറ്റവും അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് CT സ്കാൻ ചെയ്യണം, ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ CT സ്കാനിന് പോവാ. അപ്പൊ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. കാര്യങ്ങളെല്ലാം ടെസ്റ്റ് എല്ലാം ചെയ്തു, കാര്യങ്ങൾ ചെയ്തു, പ്രാർത്ഥിച്ചു. നേരെ ഒരാഴ്ച ഞാൻ എനിക്കറിയാവുന്ന എല്ലാവർക്കും പ്രാർത്ഥന റിക്വസ്റ്റ് അയച്ചു. എൻ്റെ സഭ ശക്തമായി പ്രാർത്ഥിച്ചു. ഞങ്ങള് നെടുവീർപ്പിട്ട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഭാഗ്യം എന്ന് പറയട്ടെ, ഒരാഴ്ച കഴിഞ്ഞ് CT സ്കാൻ ടെസ്റ്റിന് വേണ്ടി അകത്ത് കയറ്റി, മെഷീൻ്റെ അകത്ത് കയറ്റിയിട്ട് എൻ്റെ പഴയ എല്ലാ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ട്, എല്ലാ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുണ്ട്, മുഴയുടെ കാര്യം എല്ലാം ഈ റിപ്പോർട്ടിനകത്ത് സ്കാനിങ്ങിനകത്ത് ഒക്കെ ഉണ്ട്, അൾട്രാ സ്കാനിനകത്തുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടേച്ച് സ്കാനിങ് ചെയ്യുന്നവർ പുറത്തു വന്നു. എൻ്റെ വൈഫിന്റെ പേര് സൗമ്യ എന്നാണ്. സൗമ്യയുടെ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ആണെന്ന് ചോദിച്ചു. സൗമ്യക്ക് എന്താ വിഷയമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നുപോലെ വയറ്റിനകത്ത് ഒരു മുഴയുണ്ട്, കുറച്ച് നാളായിട്ട് ഇതിന്റെ പ്രയാസമാണ്, അപ്പൊ അത് ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് മുഴയുണ്ട്, അത് എടുത്തു കളയണം, ക്യാൻസർ തുടക്കമാണെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അവര് പിന്നെയും ഈ സ്കാനിങ് മെഷീനിലുള്ള അതിന്റെ അകത്തേക്ക് റൂമിനകത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞ് പിന്നെ വന്നു. ഈ പഴയ സ്കാനിങ് റിപ്പോർട്ടും എന്നോട് പിന്നെ കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ച ഞാൻ എൻ്റെ വൈഫിനെ കാണിച്ച ഡോക്ടറെ വിളിച്ച കാര്യങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പം റിപ്പോർട്ടിനകത്ത് വയറ്റിനകത്ത് ഒരു മുഴയില്ല. കർത്താവ് അത്ഭുതം ചെയ്തു. അങ്ങനെ അത്ഭുതം ചെയ്തു. അത് കഴിഞ്ഞ് ഈ CT സ്കാനുമായിട്ട് റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ അടുത്ത് എല്ലാം പറഞ്ഞു. ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് മുഴയുണ്ടായിരിക്കാം, പക്ഷേ ഇപ്പൊ മുഴ അതിനകത്തില്ല, അങ്ങനെ ഒരു രോഗമില്ല. വൈഫിന് ഒരു ഗുളിക പോലും ഇവിടെ നിന്ന് ഞാൻ എഴുതുന്നില്ല, അതിന്റെ ആവശ്യമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ ഈ ഒരാഴ്ചയുടെ ഇടയിൽ സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു, അറിഞ്ഞുണ്ടായിരുന്നു. അപ്പൊ അത് സാധാരണ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. അന്ന് അതിനകത്ത് ഇത് അപ്രത്യക്ഷമായി. കാരണം എനിക്കറിയാം എൻ്റെ ദൈവമാണ് ഇതിനകത്ത് അത്ഭുതം ചെയ്തതെന്ന്. പഴയ സ്കാനിങ് റിപ്പോർട്ടുണ്ട്, പുതിയ CT സ്കാൻ എടുത്ത റിപ്പോർട്ടുണ്ട്. പുതിയ CT സ്കാനകത്ത് മുഴയില്ല, രോഗമില്ല, മരുന്നില്ല. അന്ന് വരെ വൈഫിന് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പലവിധ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതോടുകൂടെ എല്ലാം ഇല്ലാതെയായി. അപ്പം ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ജീവിതത്തിൽ അബ്രഹാമിനോട് നീ പോകാൻ പറഞ്ഞ് അബ്രഹാം ഇറങ്ങി തിരിച്ച് എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ യാത്ര പുറപ്പെട്ട അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തതുപോലെയാണ്. വിശ്വാസത്തിലേക്ക് സ്റ്റെപ്പ് വെച്ചപ്പം മരിക്കേണ്ട ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവിലൂടെ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത എന്നെ ദൈവം ജ്ഞാനിയാക്കി അനവധി പേരുടെ മുമ്പിൽ നല്ല രീതിയിൽ വചനം ശുശ്രൂഷിക്കാനും ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ ആയിട്ടും ഇംഗ്ലീഷ് ചർച്ചിന് വേണ്ടി പൂനെയിൽ എന്നെ അപ്പോയിന്റ് ചെയ്യുക വരെ ചെയ്തു. ഇന്ന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം 20 വർഷം പിന്നോട്ട് എനിക്ക് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല, എങ്കിലും വായനാ ബന്ധം മാത്രമേ ഉള്ളൂ. എങ്കിലും ദൈവം എല്ലാ തലത്തിലും ആരുടെ മുമ്പിൽ അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല എന്ന തിരുവചനം പോലെ ലജ്ജിപ്പാൻ ഇടവരാതെ എല്ലാവിധ നന്മയും അതുപോലെ തന്നെ ശുശ്രൂഷയിലാകട്ടെ ശക്തമായി കർത്താവ് ഉപയോഗിപ്പാൻ ഇടയത്തുള്ളൂ. ഇന്ന് ഞാൻ ആയിരിക്കുന്നത് മുഴുവൻ, ഞാൻ എന്താണോ അത് മുഴുവൻ എൻ്റെ കർത്താവിന്റെ കൃപ മാത്രമാണ്. എൻ്റെ ജ്ഞാനമാകട്ടെ, എൻ്റെ അറിവാകട്ടെ, എൻ്റെ ആരോഗ്യമാകട്ടെ, എനിക്ക് ദൈവം നൽകിയ മാന്യതയാകട്ടെ, ഏതിടത്ത് ചെന്നാലും കയറിയിരിക്കുന്നു പറയാൻ, നല്ല രീതിയിൽ അവർ നമ്മളെ ബഹുമാനത്തോടെ സംസാരിക്കാൻ. എൻ്റെ ചർച്ചിനകത്തുള്ളത് മുഴുവൻ നല്ല ഉദ്യോഗസ്ഥരുള്ള കോളേജിലെ പ്രൊഫസറുണ്ട്, ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. എല്ലാവരും ഇന്ന് ചർച്ചിനകത്ത് അവരെയൊക്കെ വചനം പഠിപ്പിക്കാൻ 10ാം ക്ലാസ്സുകാരനായി എനിക്ക് യോഗ്യത ഉണ്ടായിത്തീർന്ന് എൻ്റെ കർത്താവ് നൽകിയ ക്വാളിറ്റി മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിനും മുഴുവൻ മഹത്വം അർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, കർത്താവാണോ നിങ്ങളെ വിളിച്ചത്? നിങ്ങൾ കർത്താവിന്റെ മുഖത്ത് നോക്കിയാണോ ഇറങ്ങിയത്? നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം വരാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ വന്നു എന്ന് പറഞ്ഞേക്കാം. അത് സാധാരണമാണ്. ജീവിതത്തിൽ നമ്മൾ അറിയാതെ ഒരുപാട് പ്രതിസന്ധി വരാം. പക്ഷെ എവിടെയും നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. നശിച്ചു പോകാതെ അവൻ നിങ്ങളുടെ കരം പിടിച്ച്, എൻ്റെ കരം പിടിച്ച് എന്നെ മാനിച്ച ദൈവം നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ അത്ഭുതകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ മതിയായ ദൈവമാണ്. ഇന്ന് എനിക്ക് കർത്താവ് ഒത്തിരി ദർശനം തന്നിട്ടുണ്ട് മിനിസ്ട്രിയെ കുറിച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഓൾഡ് ഏജ് ഹോം, ഓർഫണേജ്, ബൈബിൾ ട്രെയിനിങ്, എല്ലാത്തിനുമുള്ള സാഹചര്യങ്ങൾ കർത്താവ് വരും ദിവസങ്ങളിൽ ചെയ്യും എന്നോട് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു. അതെല്ലാം ഞാൻ വിശ്വാസത്താ കാണുന്നു. ഇന്ന് ഇവിടം വരെ കൊണ്ടുവന്ന ദൈവം ഇനി മുമ്പോട്ടും അത് ചെയ്യാൻ മതിയായ ഒരു ദൈവമാണ്. എനിക്കിങ്ങനെ അവസരം തന്ന ഈ ആരോമ
ടിവിയോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേക ഡാനിയൽ ജോ പാസ്റ്ററോടുള്ള നന്ദിയെയും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്ന് എന്നെ കേൾക്കുന്ന ഈ അരോമ ടിവിയിലെ എല്ലാ ശ്രോതാക്കളും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അവരുടെ ആവശ്യങ്ങൾ കർത്താവെ നീ അറിയുന്നല്ലോ. എന്ന് എന്നെ കേൾക്കുമ്പോൾ നാളെ എന്തു ചെയ്യും, എങ്ങനെ മുമ്പോട്ട് പോകും, ആരെന്നെ സഹായിക്കുമെന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, എൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കുന്ന ആ നിമിഷത്തിൽ അവരുടെ ഹൃദയത്തിനകത്ത് ഉള്ള ഭാരമെല്ലാം മാറിപ്പോകട്ടെ. എന്നെ നടത്തിയ ദൈവം, അവൻ എന്നെ കേൾക്കുന്ന ഭാരപ്പെടുന്ന മുമ്പോട്ട് പോകാൻ വഴിയില്ലാതെ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ വഴി കാട്ടാൻ കർത്താവ് മതിയായതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണം. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ ദൈവത്തിന്റെ ബലമുള്ള കരം അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവിന്റെ അസാധാരണ നിയോഗം അങ്ങനെയുള്ള ദൈവമക്കളുടെ മേൽ ഇപ്പോൾ വെളിപ്പെടാൻ ഞാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നിന്റെ മക്കളുടെ ജീവിതത്തിൽ അടിയന്റെ സാക്ഷ്യം ഒരു അനുഗ്രഹമായി മാറട്ടെ, ഒരു അത്ഭുതമായി മാറട്ടെ. നിന്റെ മക്കൾ അനവധി അത്ഭുതങ്ങൾ കാണുവാൻ ഈ സാക്ഷ്യം ഒരു കാരണമായി തീരട്ടെ. ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേലും അസാധാരണമായി ദൈവത്തിന്റെ കൃപ വീഴട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൽദോ പോൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് കർത്താവിനെ കണ്ടുമുട്ടുവാനും കർത്താവിന്റെ ദാസനായി തീരുവാനും ഇടയായി തീർന്ന അതിശ്രേഷ്ഠകരമായ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പക്ഷെങ്കിൽ ഇന്ന് ഈ നിലയിലേക്കായി തീർന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ വലിയ ഉദ്ദേശം ഒന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മാനുഷിക പ്രേരണ കൊണ്ടോ ആരുടെയെങ്കിലും തീരുമാനങ്ങളുടെ വെളിച്ചത്തിലോ അല്ല എന്നിങ്ങനെ ആയിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇവിടെ എത്തുകയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയും ആമേൻ ആ ഒരു തിരഞ്ഞെടുപ്പ് ദൈവദാസന്റെ മേലുണ്ടായിരുന്നു. മാത്രമല്ല അതിൻ്റെ മേലൊരു അഭിഷേകം ഉണ്ടായിരുന്നു. ദാവീദിന് തൻ്റെ ജീവിതത്തില് ഒരുപാട് ഒറ്റപ്പെടലുകള്, തന്നെ അകറ്റി നിർത്തിയ അനുഭവങ്ങള്, സ്വന്തം സഹോദരന്മാര്, സ്വന്തം കുടുംബത്തിൽ നിന്നൊക്കെ താന് മാറി നിൽക്കേണ്ടുന്ന ചില സാഹചര്യങ്ങൾ വന്നു. പക്ഷെ അഭിഷേകത്തിന്റെ സമയം വന്നപ്പോൾ സഹോദരന്മാരെ ഒക്കെ ദൈവം മാറ്റി നിർത്തി. ദൈവം ദാവീദിന് വേണ്ടി കരുതി വെച്ച അഭിഷേകം തൻ്റെ മേൽ തക്ക സമയമായപ്പോൾ തന്നെ തൻ്റെ സഹോദരന്മാരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവന്റെ മേലെ പകരുവാൻ ഇടയായി തീർന്നു. ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായിട്ട് ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു, അഭിഷേകം ചെയ്തു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഒക്കെ നിൽക്കുമ്പോൾ ദൈവത്തിന് നമ്മെ അവരെക്കാൾ അധികമായി നമ്മെ ഉപയോഗിക്കുവാനുള്ള ദൈവീയ പദ്ധതി ഉള്ളത് കൊണ്ട് നമ്മുടെ മേൽ പകരുന്ന അഭിഷേകത്തെ ആർക്കും തടയുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അത് കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ആർക്കും തടുക്കുവാൻ കഴിയുന്നതല്ല. ഒരുവന്റെ മേൽ അഭിഷേകം പകർന്നു കഴിഞ്ഞാൽ ആമേൻ ഇസ്രായേലിനെ 40 ദിവസം വെല്ലുവിളിച്ചു കൊണ്ടുനിന്നതായ ഫിലിസ്ത്യ മല്ലനായ ഗോലിയാത്തിന്റെ മുൻപിലും ഫിലിസ്ത്യരുടെ മുൻപിലും യഹോവയുടെ നാമത്തിൽ മുന്നിൽ നിന്നുകൊണ്ട് ആ യുദ്ധം നയിക്കുവാൻ ദൈവം തന്റെ ദാസനായ ദാവീദിനെ ഉപയോഗിച്ചതുപോലെ അനേക വെല്ലുവിളികളുടെ നടുവിൽ പാലക്കാട് ജില്ലയിൽ ആലത്തൂര് പട്ടണത്തില് അനേക വെല്ലുവിളികളുടെ മുൻപിൽ മുൻനിരയിൽ അനേകര് പിന്തിരിഞ്ഞു പോയപ്പോൾ, അനേകര് അവിടെ ഇനി നടക്കില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയപ്പോൾ അതിൻ്റെ മുൻനിരയിൽ ദാവീദ് ഒരു 5 കല്ലും കവിണയുമായി നിന്നതുപോലെ ദൈവം തന്നതായ വിശ്വാസത്തിന്റെ ആ വാക്കുകളും കർത്താവ് തന്നതായ അഭിഷേകവും കൊണ്ട് മുൻനിരയിൽ പിന്മാറാതെ നിന്നതുകൊണ്ട് അനേക ഗോലിയാത്ത് പോലെയുള്ള ഫിലിസ്ത്യ സൈന്യം പോലെയുള്ള വിഷയങ്ങളുടെ മുൻപാകെ ആമേന് ഇന്ന് സന്തോഷകരമായ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആമേൻ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന
അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് ശക്തമായി ആമേൻ പിന്നെ അഭിഷേകത്താൽ നിറയ്ക്കട്ടെ. ദൈവസഭയെ ദേശത്ത് ദൈവം മാനിച്ചാദരിക്കട്ടെ. ആ ദേശത്ത് ആ ആലത്തൂർ പട്ടണത്തിൽ ദൈവസഭ പിന്നെ ഒരു അനുഗ്രഹ വിഷയമായി ആമേൻ അനേകർക്ക് തണൽ ഏകുവാൻ പടർന്നു പന്തലിക്കത്തക്ക രീതിയിൽ അത് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഈ സമയം വിനിയോഗിച്ചതിന് കർത്തദാസിനോട് കുടുംബാംഗങ്ങളുള്ളതായ നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് തന്നെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ പ്രാർത്ഥനയ്ക്കുള്ള അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com